Hi, കമ്പനിയിലെ യൂണിറ്റ് 11 ട്രാൻസ്ഫർ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ്. ഈ യൂണിറ്റിൽ നമ്മൾ ഷെയറിൻ്റെ ട്രാൻസ്ഫറിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ട്രാൻസ്ഫറും ട്രാൻസ്മിഷനും. Section 44 of the Companies Act 2013 provides that the shares of the company shall be a movable property transferable in manner provided by the articles of the company. അതായത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ കമ്പനീൻ്റെ ആർട്ടിക്കിൾസിൻ്റെ പ്രകാരമാണ് ഒരു കമ്പനിയിൽ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള പ്രൊസീജിയർ പറയാം. അതിനകത്താണ് അത് മൂവബിൾ പ്രോപ്പർട്ടി ആയിട്ടാണ് കമ്പനീസ് ആക്ട് പ്രകാരം മൂവബിൾ പ്രോപ്പർട്ടി ആയിട്ടാണ് ഷെയർസ് കൺസിഡർ ചെയ്യുന്നത്. The most common restrictions on the transfer of shares in a private company is the preemptive clause. പ്രൈവറ്റ് കമ്പനി ആകുമ്പോൾ ഷെയർസ് ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അതിനകത്ത് വരുന്ന റെസ്ട്രിക്ഷനാണ്, പ്രൈവറ്റ് കമ്പനിക്ക് വരുന്ന റെസ്ട്രിക്ഷനാണ് പ്രീഎംപ്റ്റീവ് ക്ലോസ് എന്ന് പറയുന്നത്. പ്രീഎംപ്റ്റീവ് ക്ലോസ് എന്ന് പറയുമ്പം ഓൾറെഡി ഉള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിനോ മെമ്പേഴ്സിനോ മാത്രമേ നമുക്ക് നമ്മുടെ ഷെയർ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ട്രാൻസ്ഫർ ചെയ്യാനല്ല, ഓഫർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അവർക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ മാത്രം നോൺ മെമ്പേഴ്സിന് ഷെയർസ് ഓഫർ ചെയ്യാം. പക്ഷെ അതിനകത്ത് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. അതാണ് പ്രീഎംപ്റ്റീവ് ക്ലോസ് എന്ന് പറയുന്നത്. പബ്ലിക് കമ്പനിക്ക് റെസ്ട്രിക്ഷൻസ് കുറവാണ്. Regulation 20 Table F provides that the Board of Directors may refuse to register the transfer of partly paid shares to a person of whom they do not approve. പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസ് ആണെന്നുണ്ടെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് വേണമെങ്കിൽ ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ രജിസ്റ്റർ വേണ്ടാന്ന് വയ്ക്കാം. അവർക്ക് പെർമിഷൻ കൊടുക്കാതിരിക്കാം, രജിസ്റ്റർ ചെയ്യാതിരിക്കാം. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മേ റിഫ്യൂസ്, പബ്ലിക് കമ്പനീൻ്റെ കാര്യമാണ് പറയുന്നത്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മേ റിഫ്യൂസ് ടു രജിസ്റ്റർ ദി ട്രാൻസ്ഫർ ഓഫ് എനി ഷെയർ ഓൺ വിച്ച് ദി കമ്പനി ഹാസ് എ കമ്പനിക്ക് ലയബിലിറ്റി ഉള്ളൊരു ഷെയർ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ട്രാൻസ്ഫറും വേണമെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് രജിസ്റ്റർ ചെയ്യാതിരിക്കാം. റെഗുലേഷൻ 21 ഓൾസോ envisages certain conditions which may be introduced by the company in its articles restrict transfer of ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യുന്നത് റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു ആർട്ടിക്കിൾസിനകത്തോട്ട് വേണമെങ്കിൽ കമ്പനിക്ക് റെഗുലേഷൻസും കണ്ടീഷൻസും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. Board may also decline to recognize any transfer of instrument of transfer unless the instrument of transfer is in the form as prescribed in rules made under subsection 1 of section 56. Section 56ൻ്റെ അണ്ടറിൽ സബ്സെക്ഷൻ 1 പ്രകാരമുള്ള പ്രിസ്ക്രൈബ്ഡ് റൂൾസ് ഫോളോ ചെയ്തിട്ടല്ല ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ബോർഡിന് രജിസ്റ്റർ ഡിക്ലൈൻ ചെയ്യാനായിട്ട് പറ്റും. അതേമാതിരി ട്രാൻസ്ഫറിൻ്റെ കൂടെ ഷെയർ സർട്ടിഫിക്കറ്റ് കൂടെ ഇല്ലയെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഷെയർ ട്രാൻസ്ഫർ റെഫ്യൂസ് ചെയ്യാം. ദി ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ട്രാൻസ്ഫർ ഈസ് ഇൻ റെസ്പെക്ട് ഓഫ് ഓൺലി വൺ ക്ലാസ് ഓഫ് ഷെയർസ്. ഒരു ക്ലാസ്സിലുള്ള ഷെയർസ് അല്ല, പല പല ക്ലാസ്സിലുള്ള ഷെയർസ് ആണെന്നുണ്ടെങ്കിലും വേണമെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ട്രാൻസ്ഫർ റെഫ്യൂസ് ചെയ്യാവുന്നതാണ്. ദി ബോർഡ് മേ റെഫ്യൂസ് discretion to refuse malified, that is they act oppressively or corruptively. ദി ട്രിബ്യൂണൽ മേ ഉണ്ട്. ഇപ്പോൾ മനഃപൂർവ്വം എന്തെങ്കിലും ഒരു കാരണം കൊണ്ട്, ഈ റീസണൊന്നും ഇല്ലാതെ വേറെ എന്തെങ്കിലും മനഃപൂർവ്വം എന്തെങ്കിലും ഒരു കാരണം കൊണ്ട്, കറപ്ഷൻ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും കാരണം കൊണ്ടാണ് ഷെയർ ട്രാൻസ്ഫർ റെഫ്യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ട്രിബ്യൂണൽ ഇൻ്റർഫിയർ ചെയ്യും. വിത്തിൻ 1 month ആഫ്റ്റർ ദി ആപ്ലിക്കേഷൻ ഓഫ് ട്രാൻസ്ഫർ ടു ഡെലിവർ ദി ഷെയർ സർട്ടിഫിക്കറ്റ് ഡ്യൂലി ട്രാൻസ്ഫർ. അങ്ങനെ ഷെയർ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ 1 മന്തിനുള്ളിൽ തന്നെ അതിൻ്റെ ഷെയർ സർട്ടിഫിക്കറ്റും ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവണം പ്രോപ്പറായിട്ട്. When the articles do not provide for any powers for refusal, the company cannot refuse. ആർട്ടിക്കിൾസിൽ റെഫ്യൂസലിനുള്ളൊരു ഓപ്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഷെയർ ട്രാൻസ്ഫർ റെഫ്യൂസ് ചെയ്യാനായിട്ട് കമ്പനിക്ക് പറ്റില്ല. If it has restrictive power as per articles, the power should be exercised only in regard to those power matters. ആർട്ടിക്കിൾസിൽ റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള പവർ ഉണ്ട് എന്നുണ്ടെങ്കിലും അതിനനുസരിച്ച് ഫോളോ ചെയ്തിട്ടുള്ള റെസ്ട്രിക്ഷൻസ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അതല്ലാതെ എക്സ്ട്രാ കൊണ്ടുവരാനായിട്ട് പാടില്ല. സ്പെഷ്യൽ റെസൊല്യൂഷനൊക്കെ പാസ്സാക്കിയിട്ട് വേണമെങ്കിൽ ആർട്ടിക്കിൾസിൽ ചേഞ്ച് കൊണ്ടുവരാം. അതല്ലാതെ അതിനകത്ത് പറഞ്ഞിട്ടുള്ള പ്രൊവിഷനിൽ ഔട്ട്സൈഡായിട്ടൊന്നും പുതിയതായിട്ട് കൊണ്ടുവരാനായിട്ട് പാടില്ല. അടുത്തത് പ്രൊസീജിയർ ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്. എങ്ങനെയാണ് ഷെയർ ട്രാൻസ്ഫർ ചെയ്യാനുള്ള പ്രൊസീജിയർ നോക്കാം. സെക്ഷൻ 56 പ്രകാരമാണ് ഈ കണ്ടീഷൻസ് ഫോളോ ചെയ്യുന്നത്, പ്രൊസീജിയർ ഫോളോ ചെയ്യുന്നത്. A company shall not register transfer of securities of the company unless a proper instrument of transfer prescribed, duly stamped, dated and executed. അതായത് പ്രോപ്പറായിട്ടൊരു ട്രാൻസ്ഫർ ഓഫ് സെക്യൂരിറ്റീസിൻ്റെ പ്രോപ്പർ ഇൻസ്ട്രുമെൻറ്റ് ഉണ്ടായിരിക്കണം ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. അതേമാതിരി പ്രോപ്പർലി പ്രിസ്ക്രൈബ്ഡ്, സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടാവണം, പ്രോപ്പറായിട്ട് ഡേറ്റ് ചെയ്തിട്ട്. അതായത് എന്ത് ഫോർമാറ്റിലാണ്, എന്ത് ഡോക്യുമെൻറ്റേഷനൊക്കെ ആണോ ഒരു ഷെയർ ട്രാൻസ്ഫറിന് വേണ്ടത് അതെല്ലാം പ്രോപ്പറായിട്ട് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ ഒരു കമ്പനിക്ക് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. The instrument of transfer delivered to the company within a period of 60 days from the date of execution. ഷെയർ ട്രാൻസ്ഫർ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിന് 60 ഡേയ്സിനുള്ളിൽ തന്നെ അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് കമ്പനിയുടെ കയ്യിൽ ഡെലിവർ ചെയ്തിട്ടുണ്ടാവണം, അത് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്.
accompanied by the certificate relating to the securities, or if no such certificate is in existence, along with the letter of allotment of securities. കമ്പനീൻ്റെ ഷെയർ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫറിൻ്റെ സമയത്ത് അത് കമ്പനിയിൽ സബ്മിറ്റ് ചെയ്യണം. അതേമാതിരി ഷെയർ സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അതല്ലാതെ റെലവൻ്റ് ആയിട്ടുള്ള അലോട്ട്മെൻറ്റ് ലെറ്ററോ അങ്ങനെ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യണം. ഇൻ കേസ് അങ്ങനത്തെ ഇൻസ്ട്രുമെൻറ്റ്സ് എന്തെങ്കിലും ലോസ്റ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ രജിസ്റ്റർ ദി ട്രാൻസ്ഫർ ഓൺ സച്ച് ടേംസ് ആസ് ഇൻഡെമിനിറ്റി ആസ് ദി ബോർഡ് ഡിസൈഡ് ചെയ്യുന്ന രീതിയിലായിരിക്കും ട്രാൻസ്ഫർ നടക്കുക. Bear the requisite stamps and adhesive stamps should be cancelled at the time of affixation of such stamps and execution of the document. ട്രാൻസ്ഫറിൻ്റെ സമയത്ത് വരുന്ന സ്റ്റാമ്പ്സിൻ്റെ ഡ്യൂട്ടികളും എല്ലാ സമയത്തും ക്യാൻസൽ ചെയ്യും. അഫിക്ഷൻ്റെ സമയത്ത് അത് ക്യാൻസൽ ചെയ്ത് കളയും. Then if these requirements are not complied with, then the instrument, although bearing an adhesive stamp but not cancelled, cannot be said to be an instrument duly stamped. പ്രോപ്പറായിട്ട് സ്റ്റാമ്പ് ഒന്നും ചെയ്യാതെ ഇൻസ്ട്രുമെൻ്റ് ആണ് ട്രാൻസ്ഫർ ചെയ്യാൻ വരുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ ഡ്യൂലി സ്റ്റാമ്പ് എന്ന് പറയില്ല. അങ്ങനെ ഡ്യൂലി സ്റ്റാമ്പ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ ആ ട്രാൻസ്ഫർ വാലിഡ് അല്ല. ക്യാൻസലേഷൻ ഓഫ് ദി സ്റ്റാമ്പ്സ് ബൈ ദി സ്റ്റാഫ് ഓഫ് ദി കമ്പനി ഡസ് നോട്ട് മേക്ക് ദി ട്രാൻസ്ഫർ ഇൻസ്ട്രുമെൻറ്റ് ഡ്യൂലി സ്റ്റാമ്പ്ഡ്. ക്യാൻസലേഷൻ സ്റ്റാഫിൻ്റെ കമ്പനി സ്റ്റാഫിൻ്റെ ഉള്ളിൽ തന്നെ അവരാണ് സ്റ്റാമ്പ്സ് ക്യാൻസൽ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അത് ഡ്യൂലി സ്റ്റാമ്പ്ഡ്, ആ ഇൻസ്ട്രുമെൻറ്റ് ഡ്യൂലി സ്റ്റാമ്പ്ഡ് ആവില്ല. A company shall, unless prohibited by any provision of law or any order of court, tribunal or other authority, deliver the certificates within the period of 1 month from the date of receipt of the company of the instrument transfer. ട്രാൻസ്ഫറിനുള്ള ഇൻസ്ട്രുമെൻറ്റ് കമ്പനിയുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ വിത്തിൻ 1 മന്തിനുള്ളിൽ തന്നെ അത് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള പുതിയ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യണം. ഇഷ്യൂ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ലോയോ കോർട്ട് ഓർഡറോ ട്രിബ്യൂണലിൻ്റെ അതോറിറ്റി അങ്ങനെ ആരെങ്കിലും ഓർഡർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ലാന്നുണ്ടെങ്കിൽ വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ വിത്തിൻ 1 മന്തിനുള്ളിൽ തന്നെ സർട്ടിഫിക്കറ്റ്സ് ഇഷ്യൂ ചെയ്യണം. ഇനി പാർട്ട്ലി പെയ്ഡ് ഓഫ് ഷെയർസ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഷെയർസ് രജിസ്റ്റർ ചെയ്യില്ല. അല്ലെങ്കിൽ അൺലെസ് ദി കമ്പനി ഗീവ്സ് ദി നോട്ടീസ് ഓഫ് ദി ആപ്ലിക്കേഷൻ. ഇപ്പം വാങ്ങിക്കുന്ന ആൾ, അതായത് ഇപ്പോൾ ആരുടെ പേരിലാണോ ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്നത് അവർക്കൊരു ആപ്ലിക്കേഷൻ നോട്ടീസ് കൊടുക്കും. അതായത് ബാക്കിയുള്ള എമൗണ്ട് പേ ചെയ്യാനായിട്ട് തയ്യാറാണോ, അത് അവർക്ക് കുഴപ്പമില്ല. അതായത് ആരാണോ വാങ്ങിക്കുന്നത് പാർട്ട്ലി പെയ്ഡ് ഓഫ് ഷെയർസ് ആകുമ്പോൾ ബാക്കി എമൗണ്ട് ഈ വാങ്ങിക്കുന്ന ആരുടെ പേരിലാണോ ഷെയർ ഉള്ളത് അവരായിരിക്കും കൊടുക്കേണ്ടി വരിക. അപ്പോൾ അങ്ങനെ കൊടുക്കാൻ വാങ്ങിക്കുന്ന ആൾക്ക് കുഴപ്പമില്ല എന്നുള്ള ഒബ്ജക്ഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ അത് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അത് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെ ആപ്ലിക്കേഷൻ നോട്ടീസ് ഓഫ് ആപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം വിത്തിൻ 2 വീക്സിൽ തന്നെ നോ ഒബ്ജക്ഷനും ട്രാൻസ്ഫർ ചെയ്തെടുത്ത് നോ ഒബ്ജക്ഷൻ ഡോക്യുമെൻറ്റും വാങ്ങിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് ക്യാൻസലായി പോകും. ഇപ്പം കുറേ ആൾക്കാർ കൂടിയിട്ട് വാങ്ങിക്കുന്ന ഒരു ഷെയർ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ അതിനകത്ത് ഒരാൾക്ക് ഒരു ഷെയർ വിൽക്കണം. ട്രാൻസ്ഫർ മസ്റ്റ് ബി സൈൻഡ് ബൈ ഓൾ ഓഫ് ദം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഷെയർസ് ജോയിൻറ്റ് ഹോൾഡ് ചെയ്യുന്ന ഷെയർസ് ആണെന്നുണ്ടെങ്കിൽ ആ ഫുൾ ആൾക്കാരും ആരൊക്കെയാണോ ഓൺ ചെയ്യുന്നത് അവരെല്ലാവരും സൈൻ ചെയ്താൽ മാത്രമേ ഷെയർ വിൽക്കാനായിട്ട് പറ്റുള്ളൂ. അൺലെസ് എ സ്പെസിഫിക് ഓതറൈസേഷൻ, എല്ലാവരും കൂടെ ഫേവർ ചെയ്ത് ഒരാളെ ഓതറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ മാത്രം സൈൻ ചെയ്താൽ മതിയും, അല്ലെങ്കിൽ എല്ലാവരും സൈൻ ചെയ്യേണ്ടതായിട്ട് വരും. ട്രാൻസ്ഫർ വെൻ കംപ്ലീറ്റ്, ട്രാൻസ്ഫർ ബിക്കംസ് കംപ്ലീറ്റ് ആൻഡ് ദ ട്രാൻസ്ഫർ ബിക്കംസ് എ ഷെയർ ഹോൾഡർ ഓൺലി വെൻ ദ ട്രാൻസ്ഫർ ഈസ് രജിസ്റ്റേർഡ് ഇൻ ദ കമ്പനീസ് രജിസ്റ്റർ. കമ്പനിയുടെ രജിസ്റ്ററിൽ ഷെയർ ട്രാൻസ്ഫർ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ട്രാൻസ്ഫർ കംപ്ലീറ്റ് ആവുള്ളൂ. പവർ ഓഫ് ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ടു റെഫ്യൂസ് രജിസ്ട്രേഷൻ ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ട്രാൻസ്ഫർ രജിസ്റ്റർ ചെയ്യാൻ റെഫ്യൂസ് ചെയ്യാം. അതിനുള്ള പവറാണ് ഡിസ്കസ് ചെയ്യുന്നത്. ദ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓഫ് എ കമ്പനി ഗീവ് പവർ ടു ദി ബോർഡ് ടു റെഫ്യൂസ് രജിസ്ട്രേഷൻ ഓഫ് എ ട്രാൻസ്ഫർ ഓഫ് ഷെയർ. സച്ച് പവർ മസ്റ്റ് ബി എക്സസൈസ്ഡ് ബൈ റെസൊല്യൂഷൻ ഓഫ് ദി ബോർഡ്. ബോർഡിന് സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയാൽ മാത്രമേ രജിസ്ട്രേഷൻ റെഫ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇഫ് ദി ആർട്ടിക്കിൾസ് ഡസ് നോട്ട് മെൻഷൻ എനിത്തിങ് അബൌട്ട്, അതായത് ആർട്ടിക്കിൾസ് റെഫ്യൂസ് ചെയ്യുന്നതിനെക്കുറിച്ച് സ്പെസിഫിക് ചെയ്തിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ ബോർഡ് മെമ്പേഴ്സ് റെസൊല്യൂഷൻ പാസ്സാക്കിയാൽ മാത്രമേ റെഫ്യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. The articles may of course be specific and empower the board of directors to refuse to register transfers on certain specific grounds. ആർട്ടിക്കിൾസിൽ പറയുകയാണ് ഇങ്ങനെ സ്പെസിഫിക് ഗ്രൗണ്ട് വെച്ചിട്ട് ഇന്നിങ്ങനെ സിറ്റുവേഷനിൽ വേണമെങ്കിൽ ട്രാൻസ്ഫർ റെഫ്യൂസ് ചെയ്യാം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഇത് മാത്രം ഫോളോ ചെയ്യാനേ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് പറ്റുള്ളൂ. അടുത്തത് റെഫ്യൂസൽ ഓഫ് രജിസ്ട്രേഷൻ ആൻഡ് അപ്പീൽ അഗെയിൻസ്റ്റ് റെഫ്യൂസൽ ഇൻ കേസ് ഓഫ് എ പ്രൈവറ്റ് കമ്പനി. രജിസ്ട്രേഷൻ റെഫ്യൂസ് ചെയ്യാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫറിന് അപ്പീൽ കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്.
ഫസ്റ്റ് പ്രൈവറ്റ് കമ്പനിയുടെ കേസ് ആകുമ്പോൾ ദി കമ്പനി മസ്റ്റ് സെൻഡ് നോട്ടീസ് ടു ദി ഓഫ് ദി റിഫ്യൂസൽ ഓഫ് ദി ട്രാൻസ്ഫറർ ആൻഡ് ദി ട്രാൻസ്ഫറി. അതായത് കമ്പനി ട്രാൻസ്ഫർ കൊടുക്കുന്ന റിഫ്യൂസലിനുള്ള നോട്ടീസ് ട്രാൻസ്ഫറിനും ട്രാൻസ്ഫറിക്കും അയച്ചു കൊടുക്കണം. എന്തുകൊണ്ടാണ് അത് റിഫ്യൂസ് ചെയ്തതെന്നുള്ളതിനുള്ള നോട്ടീസ് അത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം നോട്ടീസിൽ. ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷം വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ തന്നെ ആയിരിക്കണം ഈ റിഫ്യൂസൽ നോട്ടീസ് അയച്ചു കൊടുക്കേണ്ടത്. ദി ട്രാൻസ്ഫർ മേ അപ്പീൽ ടു ദി ട്രിബ്യൂണൽ. ഇൻ കേസ് ഇങ്ങനെ റിഫ്യൂസ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫറിക്ക് ട്രിബ്യൂണലിന് അപ്പീൽ കൊടുക്കാം വിത്തിൻ 30 ഡേയ്സ്. ഇങ്ങനെ നോട്ടീസ് ഓഫ് റിഫ്യൂസൽ കിട്ടിയതിന് 30 ദിവസത്തിനുള്ളിൽ ട്രാൻസ്ഫറിക്ക് ട്രിബ്യൂണലിന് അപ്പീൽ കൊടുക്കാം. ഇങ്ങനെ ഒരു കമ്പനി ഇപ്പോൾ നമുക്ക് അങ്ങനെ നോട്ടീസ് റിഫ്യൂസൽ നോട്ടീസ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം വിത്തിൻ 30 ഡേയ്സ് നമുക്ക് ഫ്രം ദി ഡേറ്റ് ഓൺ വിച്ച് ദി ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ദി ഇൻവിറ്റേഷൻ ട്രാൻസ്ഫർ ആസ് ദി കേസ് മേ ബി വാസ് ഡെലിവേർഡ് ടു ദി കമ്പനി. അങ്ങനെ നോട്ടീസ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ നമുക്ക് ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ കൊടുത്തതിന് 30 ഡേയ്സിനുള്ളിൽ വേണമെങ്കിൽ 30 ഡേയ്സിനുള്ളിൽ നമുക്ക് വേണമെങ്കിൽ ട്രിബ്യൂണലിന് പോയിട്ട് അപ്പീൽ കൊടുക്കാം ഇവരിങ്ങനെ ട്രാൻസ്ഫർ റെഫ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. ഇൻ കേസ് ഓഫ് എ പബ്ലിക് കമ്പനി ആണെങ്കിൽ the securities or other interests of any member in a public company shall be freely transferable. Usually public company shares freely transferable ആണ്. However, any contract or arrangement between two or more persons in respect of transfer of securities shall be enforceable as a contract. അതല്ലാത്ത ഒരു സിറ്റുവേഷനിൽ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്, 2-3 പേര് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷനിൽ ആ കോൺട്രാക്റ്റ് ഫോളോ ചെയ്യേണ്ടതാണ് നിർബന്ധം. അല്ലാതെ ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല എന്തെങ്കിലും വേറെ എന്തെങ്കിലും കോൺട്രാക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ. Section 58 subsection 4 if a public company without sufficient cause refuse to register the transfer in case ഒരു പബ്ലിക് കമ്പനി ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ റെഫ്യൂസ് ചെയ്യാൻ ഷെയർ ട്രാൻസ്ഫർ രജിസ്റ്റർ ചെയ്യാൻ റെഫ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ തന്നെ അതിൻ്റെ ഇൻറ്റിമേഷൻ കൊടുക്കണം. If a public company without sufficient cause refuse to register the transfer, ഒരു പ്രോപ്പറായിട്ടുള്ളൊരു കോസ് ഇല്ലാതെയാണ് റെഫ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് 30 ഡേയ്സിനുള്ളിൽ തന്നെ കമ്പനിക്ക് ഇൻറ്റിമേഷൻ കൊടുക്കണം, ട്രാൻസ്മിഷന് ഇൻറ്റിമേഷൻ കൊടുക്കണം, കമ്പനിക്ക് ട്രാൻസ്മിഷൻ കൊടുക്കണം. ദി ട്രാൻസ്ഫർ മേ വിത്തിൻ എ പീരീഡ് ഓഫ് 30 ഡേയ്സ് ഓഫ് സച്ച് റിഫ്യൂസൽ. ഇൻ കേസ് റിഫ്യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിന് 30 ഡേയ്സിനുള്ളിൽ കമ്പനിക്ക് അപ്പീലിന് പോകാം. ഓർ വേർ നോ ഇൻറ്റിമേഷൻ ഹാസ് ബീൻ റിസീവ് ഫ്രം ദി കമ്പനി വിത്തിൻ 90 ഡേയ്സ്. ഇൻറ്റിമേഷൻ ഒന്നും ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വിത്തിൻ 90 ഡേയ്സിനുള്ളിൽ ട്രിബ്യൂണലിന് അപ്പീൽ പോകാം. അതായത് നമ്മൾ ആപ്ലിക്കേഷൻ ട്രാൻസ്ഫർ കൊടുത്തു, ഒരു റീസണും ഇല്ലാതെയാണ് പബ്ലിക് കമ്പനി നമ്മളെ ട്രാൻസ്ഫർ രജിസ്റ്റർ ചെയ്യാനായിട്ട് റെഫ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ അവരൊന്നും പറഞ്ഞിട്ടില്ല, നമ്മുടെ അടുത്ത് ഇൻറ്റിമേഷൻ ഒന്നും പറഞ്ഞിട്ട് ഒരു കാരണത്തെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ വിത്തിൻ 60 ഡേയ്സിന് ഉള്ളിൽ നമുക്ക് അപ്പീലിന് പോകാം. അവർ നോട്ടീസ് തരികയാണെന്നുണ്ടെങ്കിലും നമ്മൾ റെഫ്യൂസൽ നോട്ടീസ് തരികയാണെന്നുണ്ടെങ്കിൽ വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ നമുക്ക് അപ്പീലിന് പോകാം. ഇൻ കേസ് അവർ അങ്ങനത്തെ നോട്ടീസും തന്നിട്ടില്ല, നമുക്ക് ഒരു ഇൻറ്റിമേഷനും നമുക്ക് അറിയിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വിത്തിൻ 90 ഡേയ്സിനുള്ളിൽ നമുക്ക് ട്രിബ്യൂണലിൽ അപ്പീലിന് പോകാം. ട്രിബ്യൂണൽ അതായത് കമ്പനീൻ്റെ ഭാഗവും എന്തുകൊണ്ടാണ് അവർ റെഫ്യൂസ് ചെയ്യാനെന്നുള്ള ഭാഗം കേട്ടിട്ടും അതേമാതിരി ട്രാൻസ്ഫറിൻ്റെ ഭാഗം കേട്ടിട്ടും അവരാണ് തീരുമാനിക്കുക എന്താണ് ചെയ്യേണ്ടതെന്ന്. By the order direct that the transfer or transmission shall be registered within a period of 10 days of the receipt of the order. അവർ ഓർഡർ ചെയ്യാണ്, ഇപ്പോൾ എന്തെങ്കിലും ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറഞ്ഞ് ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 10 ഡേയ്സിനുള്ളിൽ തന്നെ അത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം, കമ്പനി അത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം. ഡയറക്റ്റ് റെക്ടിഫിക്കേഷൻ ഓഫ് ദി രജിസ്റ്റർ ആൻഡ് ഓൾസോ ഡയറക്റ്റ് ദി കമ്മ്യൂണിറ്റി ബൈ ഡാമേജസ്. ഇൻ കേസ് എന്തെങ്കിലും ഡാമേജസ് എന്തെങ്കിലും ലോസ് ഏതെങ്കിലും പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം കമ്പനിയാണ് മീറ്റ് ചെയ്യേണ്ടത്. പെനാൾട്ടി ഉണ്ടാവും. ഇങ്ങനെ മനഃപൂർവ്വം ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രിബ്യൂണലിൽ പണിഷ്മെൻറ്റ് കൊടുക്കാം. ആരാണോ അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാർ അവർക്ക് പണിഷ്മെൻറ്റ് കൊടുക്കാം. 1 ഇയർ മുതൽ 3 ഇയർ വരെ ഇംപ്രിസൺമെൻറ്റ് കൊടുക്കാം. അതേമാതിരി 1 lakh rupees മുതൽ 5 lakh rupees വരെ ഫൈനും കൊടുക്കാം. അടുത്തതാണ് ബ്ലാങ്ക് ട്രാൻസ്ഫർ. വേറെ ഷെയർ ഹോൾഡർ സൈൻസ് എ ഷെയർ ട്രാൻസ്ഫർ form without filling in the name of the transferee and hands it over along with the share certificate to the transferee, thereby enabling him to deal with the shares he said to have made a transfer in blank or a blank transfer. നമ്മളിപ്പോൾ ബ്ലാങ്ക് ചെക്ക് എന്നൊക്കെ പറയുന്ന രീതിയിൽ തന്നെയാണ് ബ്ലാങ്ക് ട്രാൻസ്ഫർ വരിക. ഒരാൾക്ക് ട്രാൻസ്ഫർ ആർക്കാണോ നമ്മൾ ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്നത് അവരുടെ പേര് മെൻഷൻ ചെയ്യാതെ ഷെയർ സർട്ടിഫിക്കറ്റും കൂടെ നമ്മളൊരാൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനാണ് ബ്ലാങ്ക് ട്രാൻസ്ഫർ എന്ന് പറയാം.
അത് ജസ്റ്റ് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഓണർഷിപ്പ് മാറും. ഇതിൻ്റെ മെയിൻ ഇത് വെച്ച് കഴിഞ്ഞാൽ നിയർ ഡെലിവറിയാണ്, ഈസി ട്രാൻസ്ഫറബിലിറ്റിയാണ് ബ്ലാങ്ക് ട്രാൻസ്ഫറിനുള്ളത്. അതിൽ നിന്ന് നമുക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടി സേവ് ചെയ്യാനായിട്ട് പറ്റും. സ്റ്റാമ്പ് ഡ്യൂട്ടി ഈസ് ടു ബി അഫിക്സ്ഡ് ഓൺലി ബൈ ദി ലാസ്റ്റ് ട്രാൻസ്ഫർ ഹു ലോഡ്ജസ് ദി ഷെയർസ് വിത്ത് ദി കമ്പനി ഫോർ ദി പേർപ്പസ് ഓഫ് ദി രജിസ്ട്രേഷൻ ഓഫ് ഷെയർസ്. ഇപ്പം ഞാൻ എൻ്റെ അച്ഛന് ഷെയർസ് കൊടുക്കുകയാണ്, ജസ്റ്റ് ആ സാധനം പേരൊന്നും എഴുതാതെ ആർക്കാണ് കൊടുക്കണമെന്ന് പറഞ്ഞ് പേര് എഴുതാതെ ഷെയർ സർട്ടിഫിക്കറ്റ് അച്ഛന് കൊടുക്കുകയാണ്. അച്ഛനത് വേറെ ആർക്കെങ്കിലും കൊടുക്കുകയാണ്, അയാളത് വേറെ ആൾക്കാർക്ക് കൊടുക്കുകയാണ്. ഇങ്ങനെ ആകുമ്പോൾ ജസ്റ്റ് നമ്മൾ ട്രാൻസ്ഫർ കൊടുത്താൽ തന്നെ അതിൻ്റെ ഓണർഷിപ്പ് മാറിക്കൊണ്ടിരിക്കും. ആരുടെ കയ്യിലാണോ അവസാനം ആ ഷെയർ ഉള്ളത് അവർക്ക് വേണമെങ്കിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി കൊടുത്തിട്ട് അത് അവരുടെ പേരിൽ കമ്പനിയിൽ രജിസ്റ്റർ ചെയ്യാം, ആ ട്രാൻസ്ഫർ രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ അവർ മാത്രം സ്റ്റാമ്പ് ഡ്യൂട്ടി കൊടുത്താൽ മതിയാവും. പ്രൊസീജിയേഴ്സും കുറവാണ്. എ ബ്ലാങ്ക് ട്രാൻസ്ഫർ ഡീഡ് ഈസ് നോട്ട് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്. ഇത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ്, അതായത് അതിന് ഗ്യാരണ്ടി ഇല്ലാത്ത സംഭവമാണ്. അത് നമ്മൾ ബാങ്കിലൊന്നും കൊണ്ടുവച്ച് അതിന് ലോണൊന്നും എടുക്കാനായിട്ട് നമുക്ക് പറ്റില്ല. അക്കോർഡിംഗ്ലി ദി ടൈറ്റിൽ ഓഫ് ദി ട്രാൻസ്ഫർ അക്വയറിംഗ് ഷെയർസ് ത്രൂ എ ബാങ്ക് ട്രാൻസ്ഫർ ബ്ലാങ്ക് ട്രാൻസ്ഫർ ഷാൽ ബി ഇൻവേരിയബിൾ ബി സബ്ജക്ട് ടു ദി ടൈറ്റിൽ ഓഫ് ദി ട്രാൻസ്ഫർ. അതായത് ട്രാൻസ്ഫറിന് എന്തൊക്കെ ഒബ്ലിഗേഷൻസും എന്ത് ടൈറ്റിലാണോ അത് തന്നെയായിരിക്കും ട്രാൻസ്ഫറിക്കും ഉണ്ടാവുക. അതായത് കൊടുക്കുന്ന ആൾക്കും വാങ്ങിക്കുന്ന ആൾക്കും ഒരേ ടൈറ്റിലായിരിക്കും ഉണ്ടാകുക. ട്രാൻസ്ഫർ ഇൻ ബ്ലാങ്ക് വെൻ അക്കമ്പനിഡ് ബൈ ഷെയർ സർട്ടിഫിക്കറ്റ് carries to be transferring both the legal and equitable rights to the shares and also the right to call upon the company to register the transfer even after the death of the transfer. ട്രാൻസ്ഫറർ മരിച്ചു കഴിഞ്ഞാൽ പോലും ആരുടെ കയ്യിലാണോ ഷെയർ സർട്ടിഫിക്കറ്റും ആർക്കാണോ ഈ ട്രാൻസ്ഫറർ ഷെയർ ട്രാൻസ്ഫറിൻ്റെ ഷെയർ സർട്ടിഫിക്കറ്റ് എല്ലാം കൊടുത്തിട്ടുള്ളത് അവർക്കാണ് അതിനുള്ള റൈറ്റും എല്ലാം ഉള്ളത്. എല്ലാ ലീഗൽ ഒബ്ലിഗേഷൻസും റൈറ്റ്സും അയാൾക്കാണ് ഉണ്ടാവുക. ഇറ്റ്സ് അസോസിയേറ്റഡ് വിത്ത് ബ്ലാങ്ക് ട്രാൻസ്ഫർ. ലോസ് ഓഫ് സ്റ്റാമ്പ് ഡ്യൂട്ടി. ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ഒരുപാട് സ്റ്റാമ്പ് ഡ്യൂട്ടി ബ്ലാങ്ക് ട്രാൻസ്ഫർ വഴി നഷ്ടപ്പെട്ടു പോകും. അതേമാതിരി ലോസ് ഓഫ് ഇൻകം ടാക്സ്. എനി നമ്പർ ഓഫ് ട്രാൻസ്ഫർ till a transfer decide to become the registered shareholders of the company. The intermediate transferors who might have sold the shares of a gain may not report the same as part of their income. അതായത് ഇപ്പോൾ ഒരാൾ വേറൊരാൾക്ക് അത് ഷെയർ കൊടുക്കുമ്പം ചിലപ്പോൾ അയാൾക്ക് ഗെയിൻ കിട്ടിയിട്ടുണ്ടാവും, പക്ഷേ അയാൾ രജിസ്റ്റർ ചെയ്യാത്തടത്തോളം കാലം അയാളുടെ ലാഭം കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഒരുപാട് ഇൻകം ടാക്സ് ഗവൺമെൻറ്റിന് നഷ്ടപ്പെട്ടു പോകും. അതാണ് ലോസ് ഓഫ് സ്റ്റാമ്പ് ഡ്യൂട്ടി ആൻഡ് ലോസ് ഓഫ് ഇൻകം ടാക്സ്. അടുത്തത് ഫോർജ്ഡ് ട്രാൻസ്ഫർ. ആൻ ഇൻസ്ട്രുമെൻറ്റ് ഓൺ വിച്ച് ദി സിഗ്നേച്ചർ ഓഫ് ദി ട്രാൻസ്ഫർ ഈസ് ഫോർജ് ഈസ് കോൾഡ് എ ഫോർജ്ഡ് ട്രാൻസ്ഫർ. ഫോർജ്ഡ് ട്രാൻസ്ഫർ എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ഫോർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കള്ളത്തരം കാട്ടുക. അതായത് ഇപ്പം നമ്മൾ ആൻസർ ഷീറ്റൊക്കെ സൈൻ ചെയ്യിക്കാൻ വേണ്ടി അച്ഛൻ്റെ അമ്മേൻ്റെ ഒപ്പം നമ്മൾ തന്നെ ഇടുന്നതിനെയാണ് ഫോർജ് ട്രാൻസ്ഫർ എന്നൊക്കെ അതുകൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പം വേറൊരാളുടെ ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ കള്ളൊപ്പിട്ടിട്ട് നമ്മളെ പേരിലാക്കുക, അല്ലെങ്കിൽ വേറെ ആളുടെ പേരിൽ കള്ളൊപ്പിട്ട് കൊടുക്കുക, അതാണ് ഫോർജ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അതിങ്ങനെ ചെയ്തിട്ടുള്ളതിൻ്റെ ടൈറ്റിൽ ആർക്കാണോ കിട്ടിയത് അവർക്കത് ടൈറ്റിൽ കിട്ടില്ല. ഇഫ് എ ട്രാൻസ്ഫർ ഈസ് ഫോഴ്സ്ഡ് ബൈ ആൻഡ് ദി കമ്പനി രജിസ്റ്റർ ദി ട്രാൻസ്ഫർ, ദി ട്രൂ ഓണർ ക്യാൻ അപ്ലൈ to the company for rectification of the register of members and for his name to be placed back in the register. In case of a forced transfer കമ്പനി രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രൂ ഓണർക്ക് കമ്പനിക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ ഇത് ഫോർസ്ഡ് ട്രാൻസ്ഫർ ആണ്, ഞാനത് ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല, എൻ്റെ പേര് തിരിച്ച് രജിസ്റ്ററിൽ എൻ്റർ ചെയ്യണമെന്ന് പറഞ്ഞ് ആപ്ലിക്കേഷൻ കൊടുക്കാം. കോൺസിക്വൻസസ് ഓഫ് ഫോർസ്ഡ് ട്രാൻസ്ഫർ. ഫോർസ്ഡ് ട്രാൻസ്ഫറിൽ അതിൻ്റെ ഒറിജിനൽ ഓണറിന് തന്നെയായിരിക്കും ആ ഷെയർ ഹോൾഡറായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നത്. അത് ആരുടെ പേരിലാണോ മാറ്റിയിട്ടുള്ളത് അവർക്ക് യാതൊരു റൈറ്റ്സും ഷെയർസിൽ ഉണ്ടാവില്ല. അതേമാതിരി കമ്പനി ഒറിജിനൽ ഓണറിൻ്റെ പേര് രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിൽ റീസ്റ്റോർ ചെയ്യാനും ബാധ്യസ്ഥരാണ്. If the company has issued a share certificate to the transferee and he has sold the share to an innocent purchaser, it cannot deny his title. അതായത് ഇപ്പം ഒരു ഫോഴ്സ്ഡ് ഷെയർ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഫോഴ്സ്ഡ് ഷെയർ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് അയാൾ അത് വേറൊരാൾക്ക് കൊടുത്തു. ഐ മീൻ ഫോഴ്സ്ഡ് ആണ്, പക്ഷെ വാങ്ങിച്ച ആൾക്കത് അറിയില്ല, അയാൾ കള്ളത്തരം കാണിച്ചിട്ടാണ് ആ ഷെയർ വാങ്ങിച്ചിട്ടുള്ളതെന്നുള്ളത് അറിയില്ല എന്നുണ്ടെങ്കിൽ കമ്പനിയുടെ ഉത്തരവാദിത്തമാണ് ആ ഇന്നസെൻറ്റ് പർച്ചേസറിന് അവരുടെ ടൈറ്റിൽ കൊടുക്കാൻ. അതായത് ആ ഷെയർ അവർക്ക് തന്നെ കൊടുക്കേണ്ട ഉത്തരവാദിത്വം, ഷെയർ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട ഉത്തരവാദിത്വം കമ്പനിയുടേതാണ്. അതിനകത്ത് ഇറ്റ് വിൽ ദെർഫോർ ബി അണ്ടർ ലയബിലിറ്റി ടു കോമ്പൻസേറ്റ് ഇഫ് ഇറ്റ് റിഫ്യൂസ് രജിസ്റ്റർ ദം ആസ് എ ഷെയർ ഹോൾഡർ. ഇൻ കേസ് ആ ഷെയർ ഹോൾഡറായിട്ട് രജിസ്റ്റർ ചെയ്യാൻ കമ്പനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എത്രയാണോ ലയബിലിറ്റി വന്നത് അത് കോമ്പൻസേറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തം കമ്പനിക്കാണ്. If the company has been put loss by reason of the forced transfer, it may recover the loss from the person who procured registration, even though he might have acted in good faith.
ഇൻ കേസ് ഒരു ഫോഴ്സ്ഡ് ട്രാൻസ്ഫർ വഴി കമ്പനിക്ക് എന്തെങ്കിലും നഷ്ടം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആര് കാരണമാണോ സംഭവിച്ചത്, ആരാണോ അത് അങ്ങനെ ഒരു രജിസ്ട്രേഷൻ നടത്തിയത്, അവർ കഴിയുന്നത് ഈടാക്കാം. ഈവൻ ദോ അവരൊരു നല്ല ഒരു കാര്യം വിചാരിച്ചിട്ടാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ പോലും ആ നഷ്ടം കമ്പനിക്ക് അയാളുടെ അടുത്തുനിന്ന് വാങ്ങിക്കാവുന്നതാണ്. If the company issues a share certificate to the person who presents this transfer, he relies on it. The company may remove his name from the register of members and he cannot claim damages for wrongful removal. അതായത് ഫോർജ്ഡ് ട്രാൻസ്ഫർ ആണ് നടന്നതെന്നുണ്ടെങ്കിൽ കമ്പനി ഓൾറെഡി ഷെയർ സർട്ടിഫിക്കറ്റ് ഒക്കെ അയാൾക്ക് ഇഷ്യൂ ചെയ്തു എന്നുണ്ടെങ്കിൽ അയാൾക്ക് കമ്പനിക്ക് എപ്പോൾ വേണമെങ്കിലും അവരുടെ രജിസ്റ്റർ ചെയ്യുന്ന അയാളുടെ മെമ്പറിൻ്റെ പേര് റിമൂവ് ചെയ്യാം. അതേമാതിരി അയാൾക്ക്, അതായത് ആരുടെ പേരാണോ റിമൂവ് ചെയ്തത് ആ ട്രാൻസ്ഫർക്ക് ഒരു ഡാമേജസും കമ്പനി കൊടുക്കേണ്ട ആവശ്യമില്ല. When the transfer is registered, the transferee who first secures registration will get priority over the first irrespective of the date when his claim arose. ആരാണോ ഫസ്റ്റ് രജിസ്റ്റർ ചെയ്യുന്നത് അവർക്കായിരിക്കും, ആ ട്രാൻസ്ഫർക്കായിരിക്കും പ്രിയോറിറ്റി കൂടുതൽ ഫോർജ് ട്രാൻസ്ഫറിൽ. ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് അണ്ടർ ഡെപ്പോസിറ്ററി സിസ്റ്റം. Depositories Act 1991 provides an alternative mode of effecting transfer of shares. ഇപ്പം ഒരു നോർമൽ ഫിസിക്കൽ ഫോമിലല്ലാതെ ഒരു ഇലക്ട്രോണിക് ഫോമിൽ നമ്മൾ ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്നത്, അതാണ് ഇപ്പോഴത്തെ പുതിയ മോഡൽ. ഒരു BSCൻ്റെ NSCൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം 99.9% ഡീമെറ്റീരിയലൈസ്ഡ് മോഡിലാണ് ഇപ്പോൾ ഷെയർ ട്രാൻസ്ഫർ നടക്കുന്നത്. ബെനിഫിറ്റ്സ് ഓഫ് ഡീമെറ്റീരിയലൈസേഷൻ. ഫസ്റ്റ്, സേഫ് ആൻഡ് കൺവീനിയൻറ്റ് വേ ടു ഹോൾഡ് സെക്യൂരിറ്റീസ് ഒക്കെ ഇലക്ട്രോണിക് ഫോമിലായതുകൊണ്ട് നമ്മളെപ്പോഴും ഫിസിക്കൽ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും നമ്മൾ വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അതേമാതിരി നമുക്ക് ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. സ്റ്റാമ്പ് ഡ്യൂട്ടി കൊടുക്കണ്ട. ഫിസിക്കൽ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ വയ്ക്കുമ്പോൾ എന്തെങ്കിലും അതായത് ഇപ്പോൾ ഫ്ലഡൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് സാധനം നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇലക്ട്രോണിക് ഫോമിലാകുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു റിസ്ക് ഇല്ല. പേപ്പർ വർക്കിൽ കുറവുണ്ടാകും. അതേമാതിരി ട്രാൻസാക്ഷൻ കോസ്റ്റ് കുറയ്ക്കാം. നോ ഓവർലോഡ് പ്രോബ്ലം, ഈവൻ വൺ ഷെയർ ക്യാൻ ബി ട്രേഡ്. അതായത് ഫിസിക്കൽ ഫോമിലാകുമ്പോൾ മിനിമം ഇത്ര ഷെയർ ഒരാൾ വാങ്ങിക്കണം അങ്ങനെയൊക്കെ നിർബന്ധമുണ്ട്. പക്ഷേ ഇലക്ട്രോണിക് ഫോമിലാകുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. അതേമാതിരി നോമിനേഷൻ ഫെസിലിറ്റി ഉണ്ട് ഡിമാറ്റ് ഫോമിലാണെന്നുണ്ടെങ്കിൽ. ചേഞ്ച് ഇൻ അഡ്രസ് റെക്കോർഡ് വിത്ത് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ് ഇസ് രജിസ്റ്റേർഡ് വിത്ത് ഓൾ ദി കമ്പനീസ്. അതായത് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റിൻ്റെ കയ്യിൽ നമ്മൾ അഡ്രസ്സ് ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ അഡ്രസ്സ് ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ കമ്പനിയിലും രജിസ്റ്റർ ആവും ഇലക്ട്രോണിക് ഫോമിലാണെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ നമ്മൾ ഓരോ കമ്പനിയിലും പോയിട്ട് നമ്മളെ ഏതൊക്കെ കമ്പനീൻ്റെ ഷെയർസാണ് നമ്മുടെ അടുത്തുള്ളത് ആ കമ്പനിയിലൊക്കെ പോയിട്ട് നമ്മൾ അഡ്രസ്സ് മാറ്റേണ്ടതായിട്ട് വരും. ട്രാൻസ്മിഷൻ ഓഫ് സെക്യൂരിറ്റീസ് ഇസ് ഡൺ ബൈ DP എലിമിനേറ്റിംഗ് കറസ്പോണ്ടൻസ് വിത്ത് ദി കമ്പനി. സെക്യൂരിറ്റി ട്രാൻസ്മിഷനൊക്കെ ചെയ്യുന്നത് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റ് ആണ്. നമ്മൾ അത് കമ്പനീനെ കറസ്പോണ്ട് ചെയ്തിട്ടാണ് DP കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓട്ടോമാറ്റിക് ക്രെഡിറ്റ് ഇൻ ടു ഡിമാറ്റ് അക്കൗണ്ട്. നമ്മൾ ഷെയർ വേറൊരാൾക്ക് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ ഡിമാറ്റ് അക്കൗണ്ട് ക്രെഡിറ്റ് ആകും. അതേമാതിരി വാങ്ങിക്കുമ്പോഴും ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യാം. ഹോൾഡിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇക്വിറ്റി ആൻഡ് ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഇൻ ഒരു സിംഗിൾ അക്കൗണ്ടിൽ തന്നെ നമുക്ക് ഇക്വിറ്റി ഇൻസ്ട്രുമെൻറ്റ്സും ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സും എല്ലാം വയ്ക്കാം. Every depository will be required to be registered with the SEBI and receive a certificate of commencement of business in fulfillment of such condition as may be prescribed. ഒരു ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റ് ആവാനായിട്ട് സെബിയിൽ അതിനുള്ള അങ്ങനത്തെ ഒരു ബിസിനസ് തുടങ്ങാനുള്ള സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം. സെബിയുടെ അടുത്ത് രജിസ്റ്റർ ചെയ്ത് അതിനുള്ള സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം. അതിന് കുറച്ച് പ്രിസ്ക്രൈബ്ഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഫുൾഫിൽ ചെയ്താൽ മാത്രമേ സെബി നമുക്ക് രജിസ്ട്രേഷനും സർട്ടിഫിക്കറ്റൊക്കെ തരുള്ളൂ. ഇന്ത്യയിൽ നമുക്കിപ്പോൾ നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി ലിമിറ്റഡും അതേമാതിരി സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസസ് ഇന്ത്യ ലിമിറ്റഡുമാണ് സെബിയിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ളതുള്ളൂ. ഇൻവെസ്റ്റർ രജിസ്റ്റേർഡ് വിത്ത് വൺ ഓർ മോർ പാർട്ടിസിപ്പൻറ്റ് ഹു വിൽ ബി ഏജൻറ്റ് ഓഫ് ഡെപ്പോസിറ്റേഴ്സ്. ഇൻവെസ്റ്റേഴ്സ് ഇതിനകത്ത് ഏതെങ്കിലും ഒരു പാർട്ടിസിപ്പൻറ്റിനകത്ത് രജിസ്റ്റർ ചെയ്യും. അവരായിരിക്കും ഡെപ്പോസിറ്ററീസിൻ്റെ ഏജൻ്റായിട്ട് വർക്ക് ചെയ്യാം. കസ്റ്റോഡിയൽ ഏജൻസി പോലത്തെ ഒരു ഇതാണ് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ്. അതായത് ഇപ്പോൾ ബാങ്കിൻ്റെ ഒരു പോലത്തെ ഒരു അതേ ഒരു ഫംഗ്ഷൻ തന്നെയാണ് കസ്റ്റോഡിയൽ ഏജൻസി തന്നെയാണ് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ് എന്നും പറയുന്നത്. ഷെയർ സർട്ടിഫിക്കറ്റ് ബിലോങ്ങിങ് ടു ദി ഇൻവെസ്റ്റർ വിൽ ബി ഡീമെറ്ററൈസ്ഡ് ആൻഡ് ദ നെയിംസ് എൻറ്റേർഡ് ഇൻ ദ ബുക്സ് ഓഫ് പാർട്ടിസിപ്പൻറ്റ്സ് ആർ ബെനിഫിഷ്യൽ ഓണേഴ്സ്. ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ് ഫംഗ്ഷൻസ് ആണ് ഷെയർ സർട്ടിഫിക്കറ്റ്. ഒരു ഇൻവെസ്റ്ററിൻ്റെ ഷെയർ സർട്ടിഫിക്കറ്റ് ഡീമെറ്റീരിയൽസ്ഡ് ഫോമായിട്ട് അത് ബുക്സിലൊക്കെ എൻ്റർ ചെയ്യേണ്ടത്, ബെനിഫിഷ്യൽ ഓണേഴ്സായിട്ട് എൻ്റർ ചെയ്യേണ്ടതൊക്കെ DPൻ്റെ ഫംഗ്ഷനാണ്. The investor's name in register of companies concerned will be replaced by the name of the depositor as the registered owner of the securities.
അപ്പം ഓൾറെഡി ഒറിജിനൽ ഇൻവെസ്റ്ററിൻ്റെ നെയിമിന് പകരം ഡെപ്പോസിറ്ററീൻ്റെ പേരായിരിക്കും കമ്പനിയുടെ രജിസ്റ്ററിൽ ഉണ്ടാവുക. ദി ഇൻവെസ്റ്റേഴ്സ് വിൽ ഹൗവർ കണ്ടിന്യൂ ടു എൻജോയ് ദി എക്കണോമിക്, പക്ഷേ ഇൻവെസ്റ്റർ ആയിരിക്കും അതിൻ്റെ എക്കണോമിക് ബെനിഫിറ്റ്സ്, അതായത് ഡിവിഡൻറ്റും ഇൻട്രസ്റ്റും സംഭവങ്ങളെല്ലാം വോട്ടിംഗ് റൈറ്റ്സ് എല്ലാം കിട്ടുന്നത് ഇൻവെസ്റ്റർ ആയിരിക്കും. പക്ഷേ പേര് ഡെപ്പോസിറ്ററീൻ്റെ പേരിലായിരിക്കും ഉണ്ടാവുക. ഇൻവെസ്റ്റേഴ്സ് ആർ കോൾഡ് ദി ബെനിഫിഷ്യൽ ഓണേഴ്സ് അണ്ടർ ദി സിസ്റ്റം. ഈ സിസ്റ്റത്തിൽ ഇൻവെസ്റ്റേഴ്സിനെയാണ് ബെനിഫിഷ്യൽ ഓണേഴ്സായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഷെയർസ് ഇൻ ദി ഡെപ്പോസിറ്ററി മോഡ് ഈസ് സീസ് ടു ഹാവ് ഡിസ്റ്റിങ്ക്ട് മെമ്പേഴ്സ്. In fact, these securities assign a unique 12-digit alphanumeric identification number called ISIN. ഓരോ സെക്യൂരിറ്റിക്കും ഒരു 12-digit alphanumeric identification നമ്പർ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. ഇക്വിറ്റി ഫുള്ളി പെയ്ഡ്, അതായത് ഓരോ ക്ലാസ് ഓഫ് ഷെയർസിനും ഓരോരോ നമ്പറും ആൽഫാന്യൂമറിക്. ഇപ്പോൾ ഇതിനകത്ത് INE 380, അപ്പോൾ ഈ INEക്ക് എന്തെങ്കിലും ഒരു ഫുൾ ഫോം ഉണ്ടാവും. അങ്ങനെ ഇക്വിറ്റി ഫുള്ളി പെയ്ഡപ്പിന് ഒരു ആൽഫാന്യൂമറിക് നമ്പർ, അങ്ങനെയായിരിക്കും ISIN അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവുക. ഓണേഴ്സ് ചേഞ്ചസ് ഇൻ ദി ഡെപ്പോസിറ്ററി സിസ്റ്റം വിൽ ബി മെയ്ഡ് ഓട്ടോമാറ്റിക്കലി ഓൺ ദി ബേസിസ് ഓഫ് ഡെലിവറി എഗെയിൻസ്റ്റ് പേയ്മെൻറ്റ്. ഇപ്പോൾ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പം അതിൻ്റെ ചേഞ്ചസ് എല്ലാം ഡെപ്പോസിറ്ററി സിസ്റ്റത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പേയ്മെൻറ്റിനും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആയിട്ട് വന്നോളും. റെഗുലർ ആൻഡ് മാൻഡേറ്ററി ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ അബൌട്ട് ഡീറ്റെയിൽസ് ഓഫ് ഓണർഷിപ്പ് ഇൻ ദി ഡെപ്പോസിറ്ററീസ് റെക്കോർഡ്. ഡെപ്പോസിറ്ററിൻ്റെ റെക്കോർഡിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ റെഗുലറായിട്ടും മാൻഡേറ്ററി ആയിട്ടും എല്ലാ ഇൻഫർമേഷനും പാസ്സായിക്കൊണ്ടേയിരിക്കും. ഇഫ് ദി ലേറ്റർ ഹാസ് എനി റിസർവേഷൻസ് about the admissibility of share acquisition by any person on the grounds that the transfer security conflicts with the provisions pertaining to substantial acquisition of shares and take of the company will be entitled to make an application to the company law tribunal for rectification of the ownership records from the with the depository. In case കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് എന്തെങ്കിലും ഒരു ഇതിന് കോൺഫ്ലിക്റ്റ് വരുന്ന രീതിയിലാണ് ഒരു ട്രാൻസ്ഫർ നടക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കുന്നതെന്നുണ്ടെങ്കിൽ കമ്പനിക്ക് വേണമെങ്കിൽ കമ്പനി ലോ ട്രിബ്യൂണലിൽ ആപ്ലിക്കേഷൻ കൊടുക്കാം. അതായത് ഈ ഡെപ്പോസിറ്ററിൻ്റെ ഓണർഷിപ്പ് റെക്കോർഡ്സ് കറക്റ്റ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ കമ്പനി ലോ ട്രിബ്യൂണലിന് കമ്പനിക്ക് കൊടുക്കാം. ഡ്യൂറിംഗ് ദി പെൻഡൻസി ഓഫ് ദി കമ്പനീസ് ആപ്ലിക്കേഷൻ വിത്ത് ദി ട്രിബ്യൂണൽ ദി ട്രാൻസ്ഫർ വുഡ് ബി എൻറ്റൈറ്റിൽഡ് ടു ഓൾ ദി റൈറ്റ്സ് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് ദി ഷെയർസ് എക്സെപ്റ്റ് വോട്ടിംഗ് റൈറ്റ്സ്. അങ്ങനെ ഇപ്പം ഒരുപാട് കാലം നീണ്ടു പോവുകയാണ് കേസ് എന്നുണ്ടെങ്കിൽ, അങ്ങനെ കേസിന് തീർപ്പാക്കാത്ത സമയത്ത് എത്ര കാലം ഉണ്ടോ അത്രയും കാലം ട്രാൻസ്ഫറിക്ക് അതിനുള്ള എല്ലാ റൈറ്റ്സുണ്ട്. വോട്ടിംഗ് റൈറ്റ്സ് ഒഴിച്ച് ബാക്കി എല്ലാ റൈറ്റ്സും അതുപോലെ തന്നെ ഉണ്ടാവും. Any loss caused by the negligence of the depository or the participant will be required to be indemnified by the depository. ഡെപ്പോസിറ്ററി അല്ലെങ്കിൽ പാർട്ടിസിപ്പൻറ്റോ കാരണം എന്തെങ്കിലും ഒരു ലോസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് ശരിയാക്കി കൊടുക്കുന്നത് ഡെപ്പോസിറ്ററിൻ്റെ ബാധ്യതയാണ്. Section 56 are inapplicable to transfer with transfer and transferor are entered as beneficial owners in records of depository. Procedure for transfer of shares, അത് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റ് റെക്കോർഡിൻ്റെ കാര്യത്തിൽ ആ പ്രൊസീജിയർ ആപ്ലിക്കബിൾ അല്ല. അതായത് ഫിസിക്കൽ ഫോമിലുള്ള ട്രാൻസ്ഫറിൻ്റെ കാര്യമാണ് സെക്ഷൻ 56 എന്ന് പറയുന്നത്. ഇത് ഡിമാറ്റ് ഫോമിലുള്ള സിറ്റുവേഷനാണ് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റിൻ്റെ പറയേണ്ടത്. ഇപ്പോൾ യൂഷ്വലി അപ്പോൾ നേരത്തെ തന്നെ പറഞ്ഞു BScൻ്റെ NSCൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം 99.9% ട്രാൻസാക്ഷനും എല്ലാ കാര്യങ്ങളും ഡിമാറ്റ് ഫോമിൽ തന്നെയാണ്. അടുത്തത് നോമിനേഷൻ. ഇൻ ഓർഡർ ടു അലോ നോമിനേഷൻ ഓഫ് ഷെയർസ് ആൻഡ് ഡിബെഞ്ചേഴ്സ് സെക്ഷൻ 72 പ്രൊവൈഡ്സ് ദാറ്റ് ഒരു ഷെയർ ഹോൾഡറിന് അവർക്ക് എപ്പോൾ വേണമെങ്കിലും ആരുടെ പേര് വേണമെങ്കിലും നോമിനിയായിട്ട് വെക്കാവുന്നതാണ്. ജോയിൻറ്റ് ഹോൾഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർ നോമിനീനെ വെക്കേണ്ടതും ഒപ്പമായിട്ടായിരിക്കണം, അതായത് എല്ലാവരും കൂടെ കൂടിച്ചേർന്നായിട്ടായിരിക്കണം നോമിനീനെ തീരുമാനിക്കേണ്ടതും. ദി നോമിനേഷൻ വിൽ ഹോൾഡ് ഗുഡ് ഇൻ സ്പൈറ്റ് ഓഫ് എനി വിൽ ഓർ എനി അതർ ലോ കണ്ടെയ്നിങ് ഇൻ അതർ പ്രൊവിഷൻസ്. നോമിനേഷൻ ഓവർ റൈഡിങ് ആണ്, അതായത് വേറെ എന്തെങ്കിലും പ്രൊവിഷനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലോയോ കാര്യങ്ങളോ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഈ നോമിനേഷനാണ് കൂടുതൽ പവർ, അതായത് നോമിനേഷൻ അനുസരിച്ചാണ് ഷെയർ ട്രാൻസ്ഫർ ഉണ്ടാവുക. നോമിനേഷൻ്റെ ആളുടെ പേര് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാവുന്നതാണ്. നോമിനി ഇൻ കേസ് 18 വയസ്സിന് 18 വയസ്സിന് താഴെയുള്ളതാണ് മൈനർ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്, അതായത് അവർക്ക് പകരം ആരാണോ ഇത് ഹോൾഡ് അതായത് നോക്കി നടത്തേണ്ടത് അവരുടെ പേരും വേണമെങ്കിൽ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഇറ്റ് ഷാൽ ബി ലോഫുൾ ഫോർ ദ ഓർഡർ ഓഫ് ദി സെക്യൂരിറ്റീസ് മേക്കിംഗ് ദി നോമിനേഷൻ ടു അപ്പോയിൻറ്റ് ഇൻ ദി പ്രിസ്ക്രൈബ്ഡ് മാനർ എനി പേഴ്സൺ ടു ഹൂം ഇറ്റ് ഈസ് to become entitled to the securities of the company in the event of the death of the
നോമിനി ഡ്യൂറിങ് ഹിസ് ഇൻ കേസ് മൈനോറിറ്റിയുടെ സമയത്ത് അയാൾ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആരുടെ പേരിലാണ് പോകേണ്ടതെന്നുള്ളത് നോമിനേഷനിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. അടുത്തത് ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ്. ട്രാൻസ്ഫർ എന്ന് പറയുമ്പം ഇപ്പം എൻ്റെ കയ്യിൽ കുറച്ച് ഷെയർസ് ഉണ്ട്, അതെനിക്ക് വേറെ ആൾക്ക് കൊടുക്കണം. അതാണ് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് ഇപ്പം ഒരു ഷെയർ ഹോൾഡർ മരിക്കുകയാണ്, അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ടും അത് വേറൊരാൾക്ക് ആ ഷെയർ പോകും. അത് ട്രാൻസ്മിഷൻ ഓഫ് ഷെയർ ആണ്. അങ്ങനത്തെ ട്രാൻസ്മിഷൻ ഉണ്ടാകാൻ ചാൻസ് ഉള്ള 3 സിറ്റുവേഷനാണ്. ഫസ്റ്റ്, ഷെയർ ഹോൾഡർ മരിക്കുന്ന ഒരു സിറ്റുവേഷൻ. അതേമാതിരി ഷെയർ ഹോൾഡർ ഇൻസോൾവൻ്റ് ആവുകയാണ്, അയാൾ കടബാധ്യതയിൽപ്പെട്ട് ഇൻസോൾവൻ്റ് ആവുകയാണെന്നുണ്ടെങ്കിലും ഷെയർ ട്രാൻസ്മിഷനാണ് നടക്കുക. അത് ഷെയർ ഹോൾഡർ ഇസ് എ കമ്പനി ഇഫ് ഇറ്റ് ഗോസ് ഇൻ ടു ലിക്വിഡ്. ഇപ്പോൾ ഷെയർ ഹോൾഡർ ഒരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ ആ കമ്പനി ലിക്വിഡേറ്റ് ചെയ്ത് പോകുമ്പോഴും ട്രാൻസ്മിഷനാണ് നടക്കുക. ഷെയർ ഹോൾഡർ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ആരാണോ അവർക്കാണ് ഷെയറിൻ്റെ ഓണർഷിപ്പ് പോവുക. Transmission of shares, a company has no powers to refuse registration of transmission of shares once the legal heir produces a proper legal representation. പ്രോപ്പർ ലീഗൽ റെപ്രസെൻറ്റേഷൻ സബ്മിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കമ്പനിക്ക് ഒരു പവറും ഇല്ല അതിനുള്ള ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ് രജിസ്റ്റർ ചെയ്യാനും റെഫ്യൂസ് ചെയ്യുന്നതിന് യാതൊരു പവറും കമ്പനിക്കില്ല. അതിൻ്റെ ലീഗൽ ഹെയർ റെലവൻ്റ് ആയിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും ലീഗൽ റെപ്രസെൻറ്റേഷനുള്ള പ്രോപ്പർ ഡോക്യുമെൻറ്റ്സും സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ in the terms of the articles, unless there is an injunction against acting in terms of the legal representation. ആർട്ടിക്കിൾസിൽ അങ്ങനത്തെ എന്തെങ്കിലും ലീഗൽ റെപ്രസെൻറ്റേഷൻ എഗെയിൻസ്റ്റ് എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യാതിരിക്കാം, പക്ഷെ അല്ലാന്നുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് നിർബന്ധമാണ്. Unless prohibited by any provision of any law or any order of court, tribunal or other authority, delivery the certificate duly submitted within a period of 1 month from the date of receipt of the company of the intimation of transmission. ട്രാൻസ്മിഷൻ ഇൻറ്റിമേഷൻ കൊടുത്തതിന് ശേഷം വിത്തിൻ 1 മന്തിനുള്ളിൽ തന്നെ ഇതിനുള്ള സർട്ടിഫിക്കറ്റ് പ്രോപ്പറായിട്ട് കമ്പനി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. അൺലെസ് കോർട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ട്രിബ്യൂണലോ ലോ അതോറിറ്റിയോ അങ്ങനെ കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ വിത്തിൻ 1 മന്തിനുള്ളിൽ തന്നെ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഡ്യൂലി ട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പീൽ അഗെയിൻസ്റ്റ് റെഫ്യൂസൽ ഓർ പെനാൾട്ടി, സെക്ഷൻ 58 അതേ പ്രൊവിഷൻസ് തന്നെയാണ് ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസിന്. ട്രാൻസ്ഫർ ഓഫ് ഷെയർസിൻ്റെ ഫുൾ അതിനകത്ത് വരുന്ന അപ്പീൽ അഗെയിൻസ്റ്റ് റെഫ്യൂസൽ ആൻഡ് പെനാൾട്ടി തന്നെയാണ് ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസിനകത്തും വരുന്നത്. ഇൻ കേസ് ദ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് elects to become a member, he must send a written and signed notice called letter of request to the company notifying his decision. ലീഗൽ റെപ്രസെൻറ്റേറ്റീവിന് മെമ്പറായി മാറണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലെറ്റർ ഓഫ് റിക്വസ്റ്റ് കമ്പനിക്ക് അയാളുടെ തീരുമാനം അറിയിച്ചുകൊണ്ട് അയച്ചു കൊടുക്കണം. ഇഫ് ഹി elects to transfer, he shall notify the election after executing the transfer of shares. ഇപ്പം ലീഗൽ റെപ്രസെൻറ്റേറ്റീവിന് ആ ഷെയർ വേണ്ട, അയാൾക്ക് അത് വേറെ ആർക്കെങ്കിലും കൊടുക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അതും കമ്പനീനെ അറിയിക്കണം. ഓൾ റൂൾസ് റിലേറ്റിംഗ് ടു ദി റൈറ്റ് ഓഫ് ട്രാൻസ്ഫർ ആൻഡ് രജിസ്ട്രേഷൻ ഓഫ് ഷെയർ വിൽ അപ്ലൈ ടു സച്ച് നോട്ടീസ് ആൻഡ് ട്രാൻസ്ഫർ. എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻ അങ്ങനത്തെ ട്രാൻസ്ഫറും രജിസ്ട്രേഷനുള്ള എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും അതിൻ്റേതായിട്ടുള്ള നോട്ടീസും ട്രാൻസ്ഫർ അനുസരിച്ച് വേണം ചെയ്യാനായിട്ട്. ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ് വേർ ഷെയർസ് ആർ ഹെൽഡ് ഇൻ ജോയിൻറ്റ് നെയിംസ്. ജോയിൻറ്റ് നെയിംസിലാണ് ട്രാൻസ്മിഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ റെഗുലേഷൻ 23 ഓഫ് ടേബിൾ എഫ് പ്രകാരം ഏതെങ്കിലും ഒരു മെമ്പർ, അതായത് ജോയിൻറ്റ് ഓണർഷിപ്പ് ആണെന്ന്, ഇപ്പോൾ 3-4 പേര് കൂടിയിട്ടാണ് ഒരു ഷെയർ ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി ഹോൾഡേഴ്സിനായിരിക്കും ആ ഷെയറിൻ്റെ ഓണർഷിപ്പ് ഉണ്ടാവുക. അടുത്തത് ഇൻസോൾവൻസി ഓഫ് എ മെമ്പർ ഓർ ലിക്വിഡേഷൻ. ഓൺ ദിസ് ഇൻസോൾവൻസി ഓഫ് എ ഷോൾഡർ ഷെയർസ് വെസ്റ്റ് ഇൻ ദ ഒഫീഷ്യൽ അസൈനി. ഒരു ഷെയർ ഹോൾഡർ ഇൻസോൾവൻ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒഫീഷ്യൽ അസൈനി അല്ലെങ്കിൽ ഒഫീഷ്യൽ റിസീവറിൻ്റെ കയ്യിലായിരിക്കും, അവർക്കായിരിക്കും ആ ഷെയറിനുള്ള ഓണർഷിപ്പ്. ഒരു കമ്പനിയാണ് ലിക്വിഡേഷനിൽ പോകുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ കമ്പനിയുടെ ലിക്വിഡേറ്ററിൻ്റെ കയ്യിലായിരിക്കും അതിൻ്റെ ഓണർഷിപ്പ് ഉണ്ടാവുക. അടുത്തത് ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ് ഹെൽഡ് ഇൻ ഡെപ്പോസിറ്ററി. ഡിമാറ്റ് ഫോമിൽ ഉണ്ടാകുന്ന ഷെയർസിൻ്റെ ട്രാൻസ്മിഷനാണ്. അതിൻ്റെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും, അതായത് ഇപ്പം ഫിസിക്കൽ ഫോമിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റെ കയ്യിൽ സബ്മിറ്റ് ചെയ്താൽ മതി. ഇത് ഈവൻ്റ് ഓഫ് ദി ഡെത്ത് ഓഫ് ദി സോൾ ഹോൾഡർ. ഇപ്പം ആകെ ഒരു ഓണറുള്ളൂ, അവരാണ് മരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആരാണോ ക്ലെയിമൻറ്റ് അവർക്ക് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പറ്റിന് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാം. ട്രാൻസ്മിഷൻ റിക്വസ്റ്റ് ഫോം എന്നാണ് അതിൽ പറയുക, അത് കൊടുക്കാം. അതിൻ്റെ കൂടെ ദി നോമിനി ഷുഡ് സബ്മിറ്റ് എ നോട്ടറൈസ്ഡ് കോപ്പി ഓഫ് ദി ഡെത്ത് സർട്ടിഫിക്കറ്റ്. ആ മരിച്ച ആളുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണം. അതേമാതിരി ദി സോൾ ഹോൾഡർ ഹാസ് നോട്ട് അപ്പോയിൻറ്റഡ് എ നോമിനി ദി ലീഗൽ. ഇൻ കേസ് നോമിനി അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് തന്നെ കിട്ടും. ഇൻ കേസ് നോമിനി അപ്പോയിൻറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലീഗൽ ഹെയർ അല്ലെങ്കിൽ സസർ ആണെന്ന് തെളിയിച്ചുകൊണ്ടുള്ള
ഒരു സർട്ടിഫിക്കറ്റും അതിൻ്റെ കൂടെ ഡെത്ത് സർട്ടിഫിക്കറ്റും അതിൻ്റെ കൂടെ ഇതെല്ലാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന്, അതായത് സസഷൻ സർട്ടിഫിക്കറ്റ്, കൈവശാവകാശ സർട്ടിഫിക്കറ്റ്, അതായത് ഇപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ സ്വത്ത് നമുക്കാണ് അവകാശപ്പെട്ടത് എന്നുള്ളത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റാണ് സസഷൻ സർട്ടിഫിക്കറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കോപ്പി ഓഫ് പ്രൊബേറ്റഡ് വില്ല്, എന്തെങ്കിലും വിൽപ്പത്രം എഴുതി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോപ്പി, അല്ലെങ്കിൽ ലെറ്റർ ഓഫ് അഡ്മിഷൻ, ഇതിനകത്ത് ഏതെങ്കിലും ഒന്നും സബ്മിറ്റ് ചെയ്താൽ മതി, ഇൻ കേസ് നോമിനീനെ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ. അടുത്തത് ട്രാൻസ്ഫറും ട്രാൻസ്മിഷനും തമ്മിലുള്ള വ്യത്യാസമാണ്. ഫസ്റ്റ്, ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഡെലിബറേറ്റ് ആയിട്ടാണ്, വേണമെന്ന് വെച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്, എനിക്ക് സെല്ല് ചെയ്യണമെന്ന് വിചാരിച്ച് ചെയ്യുന്ന കാര്യമാണ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ട്രാൻസ്മിഷൻ യൂഷ്വലി ഡെത്ത് അല്ലെങ്കിൽ ഇൻസോൾവൻസി വരുമ്പോഴാണ് ഷെയർ ട്രാൻസ്മിഷൻ ചെയ്യുക. ട്രാൻസ്ഫറർ ആൻഡ് ദി ട്രാൻസ്ഫർ ഹാവ് ടു എക്സിക്യൂട്ട് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ട്രാൻസ്ഫർ. ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതാണ്. ട്രാൻസ്മിഷനിൽ ഒരു പ്രൂഫ് മാത്രം മതി, അതായത് ആ ഓണർഷിപ്പിൻ്റെ ടൈറ്റിലിനുള്ള പ്രൂഫ് മാത്രം സബ്മിറ്റ് ചെയ്താൽ മതി. ട്രാൻസ്ഫറിന് സ്റ്റാമ്പ് ഡ്യൂട്ടി ഉണ്ട്, ട്രാൻസ്മിഷന് സ്റ്റാമ്പ് ഡ്യൂട്ടി ഒന്നും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ട്രാൻസ്ഫറിനകത്ത് എപ്പോഴും ഒരു കൺസിഡറേഷൻ ഉണ്ടാവും, അതായത് യൂഷ്വലി ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൺസിഡറേഷൻ ഉണ്ടാവും ട്രാൻസ്ഫർ ആകുമ്പം. ട്രാൻസ്മിഷന് യൂഷ്വലി കൺസിഡറേഷൻ ഒന്നും ഉണ്ടാവാറില്ല. അടുത്തത് ഇൻസൈഡർ ട്രേഡിംഗ്. Insider trading generally refers to buying and selling of security, breach of fiduciary duty or other relationship of trust and confidence, while in possession of material, non-public, price-sensitive information about the company security. ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ കമ്പനിയിൽ ഉള്ളിലുള്ള ആൾക്കാർ അവർക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻ, അതായത് ഇപ്പോൾ ഒരു കമ്പനീനെ കുറിച്ച് കമ്പനീൻ്റെ ഉള്ളിലുള്ള ആൾക്കാർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഇൻഫോർമേഷൻസ് ഉണ്ടാവുക. അപ്പം അവർ ആ ഇൻഫോർമേഷൻസ് ഉപയോഗിച്ചിട്ട് കമ്പനിയുടെ ഷെയർസ് വിറ്റിട്ട് അവർ എന്തെങ്കിലും ഷെയർസ് വിൽക്കുക വാങ്ങിക്കുക, അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അതായത് ആ ഇൻഫോർമേഷൻ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ഗെയിൻ അവർ ഉണ്ടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയാം. കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 195 പ്രകാരം ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത് പ്രൊഹിബിറ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ഇൻസൈഡർ ട്രേഡിങ്ങിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ. ഇൻസൈഡർ ട്രേഡിങ്ങിൻ്റെ എക്സ്പ്ലനേഷനാണ് an act of subscribing, buying, selling, dealing or agreeing to subscribe, buy, sell or deal in any securities by any director, key manager, personnel or any other officer of a company either as principal or agent if such director, key manager, personnel or any other officer of the company is reasonably expected to have access to any non-public price sensitive information in respect of the securities of the company. പബ്ലിക്കിന് അറിയാത്ത പക്ഷേ കമ്പനിയുടെ ഷെയർ പ്രൈസിന് മാറ്റം വരാൻ ചാൻസ്, ഷെയർ പ്രൈസിനെ എഫക്റ്റ് ചെയ്യാൻ ക്യാപ്പബിൾ ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ കിട്ടുന്ന ആൾക്കാർ ആരൊക്കെയാണോ അവരൊക്കെ ആ കമ്പനിയുടെ ഷെയർസ് വാങ്ങിക്കുക അല്ലെങ്കിൽ വിൽക്കുക അല്ലെങ്കിൽ അതുമായിട്ട് ഡീൽ ചെയ്യുന്ന ആൾക്കാർ, എന്തെങ്കിലും ഒരു ഡീലിങ്സ് നടത്തുക അല്ലെങ്കിൽ ആ ഇൻഫോർമേഷൻ വേറെ ആർക്കെങ്കിലും പറഞ്ഞു കൊടുത്തിട്ട് അവരെ കൊണ്ട് ചെയ്യിക്കുക, ഇതൊക്കെ ചെയ്യുന്നതാണ് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അതേമാതിരി ദി ആക്ട് ഓഫ് കൗൺസിലിംഗ് അബൌട്ട് പ്രൊക്യൂറിംഗ് കമ്മ്യൂണിക്കേറ്റിംഗ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി എനി നോൺ പബ്ലിക് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫോർമേഷൻ ടു എനി പേഴ്സൺ. അയാൾ സ്വന്തമായിട്ടല്ല ഈ ഇൻഫോർമേഷൻ വേറെ ആരെങ്കിലും ആയിട്ട് ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും ഇൻസൈഡർ ട്രേഡിംഗ് ആയിട്ടാണ് കൺസിഡർ ചെയ്യാം. പ്രൈസ് സെൻസിറ്റീവ് ഇൻഫോർമേഷൻ മീൻസ് an information which relates directly or indirectly to a company and which if published is likely to materially affect the price of securities of the company. പ്രൈസ് സെൻസിറ്റീവ് ഇൻഫോർമേഷൻ എന്ന് പറയുമ്പോൾ ഒരു കമ്പനീൻ്റെ ഉള്ളിലുള്ള ഇൻഫോർമേഷനാണ്, അത് ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി അത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനീൻ്റെ പ്രൈസിനെ സെക്യൂരിറ്റീസ് പ്രൈസിനെ എഫക്റ്റ് ചെയ്യാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. അങ്ങനത്തെ ഇൻഫോർമേഷനാണ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. സെക്ഷൻ 65 ഓഫ് ദി കമ്പനീസ് അമെൻമെൻറ്റ് ആക്ട് 2017 omitted സെക്ഷൻ 195 ഓഫ് ദി കമ്പനീസ് ആക്ട് 2013. കമ്പനീസ് ആക്ട് 2017 അമെൻമെൻറ്റിനകത്ത് ഇൻസൈഡർ ട്രേഡിങ്ങിൻ്റെ സെക്ഷൻ കളഞ്ഞിട്ടുണ്ട്. അതിന് പകരം സെബിയിലാണ് ഇപ്പോൾ ഇതിൻ്റെ റെഗുലേഷൻസൊക്കെ വരുന്നത്. സെബിയാണ് ഈ കാര്യങ്ങളിപ്പോൾ നോക്കുന്നത്, ഇൻസൈഡർ ട്രേഡിങ്ങിനെ കുറിച്ച് നോക്കുന്നത്. ഡിസ്ക്ലോഷർ ഓഫ് ട്രേഡിംഗ് ബൈ ഇൻസൈഡേഴ്സ് ജനറൽ പ്രൊവിഷൻ. ഇൻസൈഡർ ട്രേഡിംഗ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ജനറൽ പ്രൊവിഷനാണ് ഫസ്റ്റ് പബ്ലിക് ഡിസ്ക്ലോഷർ. അതായത് ഈ കീ പേഴ്സണൽ ആയിട്ടുള്ള ആൾക്കാർ ആർക്കൊക്കെയാണോ ഈ പ്രൈസ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് കിട്ടാൻ ചാൻസ് ഉള്ളത് അവരെല്ലാവരും പബ്ലിക്കിൽ ഡിസ്ക്ലോസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് പബ്ലിക് ഡിസ്ക്ലോഷർ എന്ന് ഉദ്ദേശിക്കുന്നത്. ട്രേഡിംഗ് ആക്ടിവിറ്റി ഓഫ് ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സ് ഓർ എനി പേഴ്സൺ ഫോർ ഹൂം സച്ച് പേഴ്സൺ ടേക്ക് ട്രേഡിംഗ് ഡിസിഷൻ.
എന്തെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റിലേറ്റീവ്സോ അല്ലെങ്കിൽ അത് വേറെ ആരെങ്കിലും, ഐ മീൻ ഇപ്പം ഞാനൊരു കമ്പനിയിലെ കീ പേഴ്സണലാണെന്ന് വിചാരിക്കാം. അപ്പം എൻ്റെ പരിചയത്തിലുള്ള ആൾക്കാരുടെ ട്രേഡിങ് ആക്ടിവിറ്റീസും അതേമാതിരി എൻ്റെ അഭിപ്രായം കേട്ടിട്ട് അതേമാതിരി വേറെ ആരെങ്കിലും ഞാൻ പറയുന്നത് കേട്ടിട്ടാണ് അവരവരുടെ ട്രേഡിങ് ഡിസിഷൻസ് എടുക്കണമെന്നുണ്ടെങ്കിലും അവരുടെ ട്രേഡിങ് ആക്ടിവിറ്റീസും ഡിസ്ക്ലോസ് ചെയ്യണം, നിർബന്ധമാണ്. Include trading of derivatives or securities, and all such disclosures shall be maintained by company for a minimum period of 5 years. മിനിമം ഒരു 5 ഇയേഴ്സിനെങ്കിലും ഈ ഡിസ്ക്ലോഷർ കമ്പനി മെയിൻറ്റെയിൻ ചെയ്യണം. അതേമാതിരി ഇതിൻ്റെ കൂടെ ഷെയറിന് മാത്രമല്ല ഡെറിവേറ്റീവ് സെക്യൂരിറ്റീസും ഇതിൻ്റെ കൂടെ തന്നെ ഡിസ്ക്ലോസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഡിസ്ക്ലോഷേഴ്സ് ബൈ സർട്ടൻ പേഴ്സൺസ്. ഇനിഷ്യൽ ഡിസ്ക്ലോഷർ, ചില ആൾക്കാർ സ്പെഷ്യലായിട്ട് വേറെ ഡിസ്ക്ലോഷർ നടത്തണം. അതിനകത്ത് ഫസ്റ്റ് ഡിസ്ക്ലോഷർ ചെയ്യേണ്ടതാണ് ഇനിഷ്യൽ ഡിസ്ക്ലോഷറിൽ വരുന്നത്. എവരി പ്രൊമോട്ടർ, മെമ്പർ ഓഫ് ദി പ്രൊമോട്ടർ ഗ്രൂപ്പ്, കീ മാനേജർ, പേഴ്സണൽ, ഡയറക്ടർ ഓഫ് എവരി കമ്പനി സെക്യൂരിറ്റീസ് ആർ ലിസ്റ്റഡ് ഓൺ എനി recognized stock exchange shall disclose his holdings of the securities of the company as on the date of these regulations taking effect or to the company within 30 days of its regulations taking effect. ഇപ്പോൾ ഒരു കമ്പനിയുടെ പ്രൊമോട്ടറാണ്, അല്ലെങ്കിൽ പ്രൊമോട്ടർ ഗ്രൂപ്പിലൊരു മെമ്പറാണ്, അല്ലെങ്കിൽ ഒരു കീ മാനേജർ പേഴ്സണാണ്, ഒരു കമ്പനിയുടെ ഡയറക്ടറാണ്. ഈ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് എന്തൊക്കെ സെക്യൂരിറ്റീസ് ആണോ ഒരു റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുള്ളത് അതെന്തൊക്കെയാണെന്നുള്ളത് വെളിപ്പെടുത്തണം. ആസ് ഓൺ ദി ഡേറ്റ് ഓഫ് ദിസ് റെഗുലേഷൻ, ഈ റെഗുലേഷൻ എഫക്റ്റ് ആവുന്നത് അന്ന് മുതൽ അല്ലെങ്കിൽ വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ തന്നെ അത് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടാവണം. ഇൻ കേസ് അങ്ങനെയുള്ള ഒരാളല്ല, പക്ഷേ ഒരു കമ്പനിയിൽ അപ്പോയിൻറ്റ് ചെയ്യാൻ പോകുന്ന ഒരാളാണ്, അതായത് പുതിയതായിട്ട് ജോയിൻ ചെയ്യാൻ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ജോയിൻ ചെയ്യുന്ന ആളും ജോയിൻ ചെയ്യുന്നതിന് 7 ഡേയ്സിനുള്ളിൽ തന്നെ ഈ മേൽ പറഞ്ഞ അതേപോലെ തന്നെ ഡിസ്ക്ലോഷേഴ്സ് ചെയ്തിട്ടുണ്ടാവണം. Then continued disclosures. First one, number of such security acquired disposed of within 2 trading days. ട്രേഡിംഗ് ഡേയ്സിന് 2 ദിവസത്തിനുള്ളിൽ തന്നെ ഒരാൾ, അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പ്രൊമോട്ടർ ഗ്രൂപ്പിലുള്ള മെമ്പറാകാം, അല്ലെങ്കിൽ ഒരു പ്രൊമോട്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ ഡയറക്ടർ ആയിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കീ മാനേജർ പേഴ്സൺ ആയിരിക്കും. ഇത് ആൾക്കാർ ഉദ്ദേശിച്ച പ്രൈസ് സെൻസിറ്റീവ് ഇൻഫോർമേഷൻ കിട്ടാൻ ചാൻസ് ഉള്ള ആൾക്കാർ എല്ലാവരും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ഒരു കലണ്ടർ ക്വാർട്ടറിനകത്തോട്ടോ അല്ലെങ്കിൽ 10 lakh rupees കൂടുതൽ ട്രേഡ് വാല്യൂ ഉള്ള കാര്യങ്ങൾ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യുക, അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് ട്രാൻസ്ഫർ ചെയ്യുക, വാങ്ങിക്കുകയോ ചെയ്യുക, അതിൻ്റെ ട്രാൻസാക്ഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരു കലണ്ടർ ക്വാർട്ടറിൽ ഒറ്റ ട്രാൻസ്ഫറിൽ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അത് നടത്തിയതിന് 2 ദിവസത്തിനുള്ളിൽ തന്നെ അത് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടാവണം. എവറി കമ്പനി ഷാൽ നോട്ടിഫൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓൺ വിച്ച് സെക്യൂരിറ്റീസ് ലിസ്റ്റ് വിത്തിൻ 2 ട്രേഡിംഗ് ആക്ടിവിറ്റീസ്. ഇൻ കേസ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കമ്പനി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വിത്തിൻ 2 ഡേയ്സ്, ഇങ്ങനെ ട്രേഡിംഗ് നടന്നതിനുള്ള വിത്തിൻ 2 ഡേയ്സിനുള്ളിൽ തന്നെ ഇത് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടാവണം സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ. ഡിസ്ക്ലോഷേഴ്സ് ബൈ അതർ കണക്റ്റഡ് പേഴ്സൺസ്. എനി കമ്പനി ഹൂസ് സെക്യൂരിറ്റീസ് ആർ ലിസ്റ്റഡ് ഇൻ എ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മേ അറ്റ് ഹിസ് ഡിസ്ക്രിപ്ഷൻ റിക്വയർ any other connected person or class of connected person to make disclosures of holdings or trading securities. ഇപ്പോൾ ഒരു കമ്പനിക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരാൾക്കോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആൾക്കാർക്ക്, അതായത് കമ്പനിയായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്തോ ഡിസ്ക്ലോഷർ ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം. അവരുടെ കമ്പനിയുടെ സെക്യൂരിറ്റീസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഡിസ്ക്ലോഷർ നടത്താനായിട്ട്, കമ്പനിക്ക് വേണമെങ്കിൽ ഡിസ്ക്ലോഷർ നടത്താനായിട്ട് ആവശ്യപ്പെടാനായിട്ട് സാധിക്കും. ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം ഓഫ് പ്രിവെൻഷൻ ഓഫ് ഇൻസൈഡർ ട്രേഡിംഗ്. ഇൻസൈഡർ ട്രേഡിംഗ് നിർത്താനായിട്ട് ഒരു കമ്പനി ചെയ്യാനുള്ള കാര്യങ്ങളാണ്. ഫസ്റ്റ് ഇൻറ്റേർണൽ കൺട്രോൾസ് കൊണ്ടുവരണം. ഇൻസൈഡർ ട്രേഡിംഗ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഇൻറ്റേർണൽ കൺട്രോൾസ് കൊണ്ടുവരണം. ഇൻറ്റേർണൽ കൺട്രോൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ഓൾ എംപ്ലോയീസ് ഹു ഹാവ് അക്സസ് ടു അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ ഐഡൻറ്റിഫൈഡ് ആസ് ഡെസിഗ്നേറ്റഡ് എംപ്ലോയീസ്. പ്രൈസ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആരൊക്കെയാണ് കിട്ടുക എന്നുള്ളതിൽ കറക്റ്റായിട്ടുള്ളൊരു ഐഡിയ ഉണ്ടാവണം. All the unpublished price sensitive information shall be identified and its confidentiality shall be maintained. എല്ലാ പ്രൈസ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പബ്ലിഷ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കണം. Adequate restriction shall be placed on communication or procurement of unpublished price sensitive information. അൺപബ്ലിഷ്ഡ് ആയിട്ടുള്ള പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതേമാതിരി അത് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടും പ്രോപ്പറായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ടാവണം. അതായത് ഇപ്പോൾ എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് കമ്മ്യൂണിക്കേഷൻസ് അതൊക്കെ ആകുമ്പം ഹാക്ക് ചെയ്യാൻ അങ്ങനത്തെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ചാനൽസ് ഒക്കെ ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. ലിസ്റ്റ് ഓഫ് ഓൾ എംപ്ലോയീസ് ആൻഡ് അതർ പേഴ്സൺസ് വിത്ത് ഹൂം അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ ഷെയർ ഷാൽ ബി മെയിൻറ്റെയിൻ ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി അഗ്രിമെൻറ്റ് ഷാൽ ബി സൈൻ.
എനിക്ക് ഏതൊക്കെ എംപ്ലോയീസിനാണോ ഈ പ്രൈസ് അൺപബ്ലിഷ്ഡ് ആയിട്ടുള്ള പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻസ് അറിയുന്നത്, ആർക്കൊക്കെയാണോ നമ്മൾ അറിയിച്ചിട്ടുള്ളത്, അവരുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം. അതേമാതിരി അവരത് വേറെ ആൾക്കാരോട് ഒന്നും പറയരുത്, വേറെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കരുത് എന്നുള്ളൊരു കോൺഫിഡൻഷ്യാലിറ്റി എഗ്രിമെൻറ്റ് അവരെ കൊണ്ട് സൈൻ ചെയ്യിച്ചിട്ടുണ്ടാവണം. ഓൾ അതർ റെലവൻറ്റ് റിക്വയർമെൻറ്റ് സ്പെസിഫൈഡ് അണ്ടർ ദീസ് റെഗുലേഷൻ ഷാൽ ബി അപ്ലൈഡ് വിത്ത്. ഈ റെഗുലേഷനിൽ പറയുന്ന വേറെ എന്തെങ്കിലും റിക്വയർമെൻറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യണം. അതേമാതിരി ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ റിവ്യൂ എത്രത്തോളം എഫക്റ്റീവ് ആവുന്നുണ്ട് എന്നുള്ള റിവ്യൂസ് ഇടയ്ക്കിടയ്ക്ക് എടുത്തുകൊണ്ടിരിക്കണം. അതേമാതിരി ഒരു ലിസ്റ്റഡ് കമ്പനിയാണെന്നുണ്ടെങ്കിൽ ഒരു ഓഡിറ്റ് കമ്മിറ്റി ഉണ്ടാവണം. ഈ പ്രൊവിഷൻസ് സെബിയുടെ ഈ ഇൻറ്റേർണൽ ട്രേഡിങ്ങിൻ്റെ പ്രിവെൻഷനുള്ള പ്രൊവിഷൻസ് എല്ലാം പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളൊരു ഈ കമ്മിറ്റി പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടോ എന്ന് ഓഡിറ്റ് കമ്മിറ്റി റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അറ്റ്ലീസ്റ്റ് ഫിനാൻഷ്യൽ അറ്റ്ലീസ്റ്റ് ഒരിക്കലെങ്കിലും റിവ്യൂ ചെയ്തിട്ടുണ്ടാവണം. അതേമാതിരി ഇങ്ങനെ അൺപബ്ലിഷ്ഡ് ആയിട്ടുള്ള പ്രൈസ് സെൻസിറ്റീവ് ഇൻഫോർമേഷൻ ലീക്ക് ആകാതിരിക്കാനുള്ള പോളിസീസും പ്രൊസീജിയേഴ്സും എല്ലാം എല്ലാ ലിസ്റ്റഡ് കമ്പനീസും ഫോർമുലേറ്റ് ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ടാവണം. അതേമാതിരി ഉള്ളൊരു ഓപ്ഷനാണ് വിസിൽ ബ്ലോവർ പോളിസി എന്ന് പറയുന്നത്. വിസിൽ ബ്ലോയിങ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഒരു കമ്പനീൻ്റെ ഉള്ളിലുള്ള ആൾ തന്നെ ആ കമ്പനിയിൽ എന്തെങ്കിലും അനധികൃതമായിട്ട് നടക്കുന്നുണ്ട്, എന്തെങ്കിലും തെറ്റായ രീതിയിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൺസേൺഡ് ആയിട്ടുള്ള അതോറിറ്റിനെ അറിയിക്കുന്നതിനെയാണ് വിസിൽ ബ്ലോയിങ് എന്ന് പറയുന്നത്. വിസിൽ ബ്ലോയിങ് ഇസ് ആൻ ആക്ട് ഓർ ആൻ ആക്ഷൻ aimed to draw the attention of the statutory authorities or competent authorities towards instances of practices that are unlawful and may cause loss of revenue, pecuniary benefits to few, misconduct and other related offences. Whistleblowers Protection Act 2014. Whistleblowing എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉള്ളിൽ ഒരു കമ്പനീൻ്റെ ഉള്ളിലാണെങ്കിൽ വേറൊരാൾ ഉള്ളിൽ തന്നെ ഉണ്ടാവുന്ന വിസിൽ ബ്ലോവേഴ്സ് യൂഷ്വലി ഉള്ളിൽ തന്നെയാണ് ഉണ്ടാവുക. കാരണം അവർക്കാണ് കൂടുതൽ കാര്യങ്ങൾ അറിയാനുള്ള ഓപ്ഷൻ ഉള്ളത്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം കമ്പനീൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള അതോറിറ്റിയിലുള്ള ആൾക്കാർക്ക് അവരുടെ ശ്രദ്ധയിൽ അത് പെടുത്തുന്നതിനെയാണ് വിസിൽ ബ്ലോയിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വിസിൽ ബ്ലോവേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ആക്റ്റാണ് വിസിൽ ബ്ലോവേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ട് 2014. ഒരു വിസിൽ ബ്ലോവറിന് കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ആൻ അറ്റംപ്റ്റ് ടു കമ്മിറ്റ് ഓർ കമ്മീഷൻ ഓഫ് ആൻ ഒഫൻസ് അണ്ടർ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട്. എന്തെങ്കിലും പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരം എന്തെങ്കിലും ഒരു ഒഫൻസ് ആണ് ആരെങ്കിലും ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെതിരെ വിസിൽ ബ്ലോവറിന് കംപ്ലൈൻറ്റ് കൊടുക്കാനായിട്ട് പറ്റും. അതേമാതിരി വിൽഫുൾ മിസ്യൂസ് ഓഫ് പവർ ഓർ വിൽഫുൾ മിസ്യൂസ് ഓഫ് ഡിസ്ക്രിപ്ഷൻ. ഒരാൾ അവരുടെ പവർ മിസ്യൂസ് ചെയ്യാണ് അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം മിസ്യൂസ് ചെയ്യാണ്, അവർ എന്തെങ്കിലും വേറൊരു ബെനിഫിറ്റിന് വേണ്ടിയിട്ട് അവരുടെ പവർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കംപ്ലൈൻറ്റ് കൊടുക്കാം. അതേമാതിരി അറ്റംപ്റ്റ് ടു കമ്മിറ്റ് ഓർ കമ്മീഷൻ ഓഫ് എ ക്രിമിനൽ ഒഫൻസ് ബൈ എ പബ്ലിക് സർവൻറ്റ്. ഒരു പബ്ലിക് സർവൻറ്റ് ഒരു ക്രിമിനൽ ഒഫൻസ് കമ്മിറ്റ് ചെയ്യുക അല്ലെങ്കിൽ കമ്മിറ്റ് ചെയ്യാൻ പോവുകയോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിസിൽ ബ്ലോവറിന് കംപ്ലൈൻറ്റ് ചെയ്യാവുന്നതാണ്. റിക്വയർമെൻറ്റ് ഓഫ് പബ്ലിക് ഇൻട്രസ്റ്റ് ഡിസ്ക്ലോഷർ. Notwithstanding anything contained in the provisions of the Official Secrets Act 1923, any public servant or any other person, including any non-governmental organization, may have a public interest disclosure before the competent authority. ഒഫീഷ്യൽ സീക്രട്സ് ആക്ട് പ്രകാരം എല്ലാ ഗവൺമെൻറ് ഒഫീഷ്യൽസും ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ഡിസ്ക്ലോഷർ, അതായത് അവർ എല്ലാ പബ്ലിക് ഇൻട്രസ്റ്റിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്തിട്ടൊരു ഡിസ്ക്ലോഷർ ഇറക്കേണ്ടത് നിർബന്ധമാണ്. The complaint making the disclosure shall, on behalf of the competent authority, be received by such authority as may be specified by the regulations made by the competent authority. അതായത് യൂഷ്വലി വിസിൽ ബ്ലോയിങ് നടത്തുന്ന ഒരു പബ്ലിക് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടാണ്. അതായത് എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടെന്ന് കണ്ടാലോ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു കോമൺ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടാണ് യൂഷ്വലി വിസിൽ ബ്ലോയിങ് നടത്താറ്. അപ്പോൾ അതെന്താണ് കാരണം എന്നുള്ളത് സ്പെസിഫൈ ചെയ്ത് മെൻഷൻ ചെയ്തിട്ടൊരു അതാണ് പബ്ലിക് ഇൻട്രസ്റ്റ് ഡിസ്ക്ലോഷർ എന്ന് പറയുന്നത്. അതിപ്പം ഗവൺമെൻറ് ഒഫീഷ്യൽ ഓർഗനൈസേഷൻ, നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷനിലെ ആൾക്കാരാണെങ്കിലും അത് ചെയ്യാനായിട്ട് പറ്റും. The complaint making the disclosure shall on the behalf of the competent authority be received by such authority as may be specified in regulations. കോമ്പീറ്റൻ്റ് അതോറിറ്റീൻ്റെ റെഗുലേഷൻസ് പ്രകാരം ഈ കംപ്ലൈൻറ്റിന് കോമ്പീറ്റൻ്റ് അതോറിറ്റീൻ്റെ ബിഹാഫ്, അതായത് കോമ്പീറ്റൻ്റ് അതോറിറ്റിക്ക് പകരമായിട്ട് ഡിസ്ക്ലോഷർ നടത്താനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതേമാതിരി വിസിൽ ബ്ലോവർ കംപ്ലൈനൻ്റ് നല്ല ചിന്ത വെച്ചിട്ട് മാത്രമായിരിക്കണം ഈ കാര്യങ്ങളെല്ലാം ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്, അല്ലാതെ വേറൊരാൾക്ക് ഉപദ്രവിക്കാനെന്നുള്ള രീതിയിൽ ഡിസ്ക്ലോഷേഴ്സ് നടത്താനായിട്ട് പാടില്ല.
എല്ലാ ഡിസ്ക്ലോഷേഴ്സും എഴുതിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇലക്ട്രോണിക് മെയിൽ മെസ്സേജ് ഫോമിലോ ഏത് പ്രൊസീജിയറാണോ ഫോളോ ചെയ്യേണ്ടത് ആ പ്രൊസീജിയർ ഫോളോ ചെയ്തിട്ട് തന്നെ ആയിരിക്കണം ഡിസ്ക്ലോഷേഴ്സ് നടത്തേണ്ടത്. ദ കോമ്പിറ്റൻറ്റ് അതോറിറ്റി മേ ഇഫ് ഇറ്റ്സ് ഡീംസ് ഫിറ്റ് കോൾ ഫോർ ഫർദർ ഇൻഫോർമേഷൻ. ഇൻ കേസ് ഒരു വിസിൽ ബ്ലോവർ ഇൻഫോർമേഷൻസ് കൊടുത്തിനി അതിൽ കൂടുതൽ എന്തെങ്കിലും ഇൻഫോർമേഷൻസ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കോമ്പിറ്റൻറ്റ് അതോറിറ്റി അത് ചോദിക്കും. No action shall be taken on public interest disclosure by the competent authority if the disclosure does not indicate the identification of the complainant or public servant making public interest disclosure, or the identity of the complainant or public servant is found incorrect or false. Competent authority-ൻ്റെ ഉത്തരവാദിത്തമാണ് ആ വിസിൽ ബ്ലോവറിനെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതും അയാൾ അതായത് പ്രോപ്പറായിട്ടുള്ള ആളാണ്, പിന്നെ അവർക്ക് ഇങ്ങനത്തെ ഇൻഫോർമേഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്, അവർ പറയുന്നത് കറക്റ്റാണ്, അവർ പബ്ലിക് സെർവൻറ്റ് കറക്റ്റാണ് അല്ലോ എന്നുള്ളതൊക്കെ തീരുമാനിക്കേണ്ട ഉത്തരവാദിത്തം കോമ്പിറ്റീൻ്റെ അത് വിസിൽ ബ്ലോവറിൻ്റെ ഐഡൻറ്റിറ്റി വ്യക്തമാക്കേണ്ടത് അവർക്ക് മനസ്സിലാക്കേണ്ടത് കോമ്പിറ്റൻ്റ് അതോറിറ്റീൻ്റെ ഉത്തരവാദിത്തമാണ്. The competent authority on receipt of public interest in disclosure under section 4 of the act shall ascertain from the complainant or the public servant whether he was the person or the public servant who made the disclosure or not. ഇപ്പം ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ഡിസ്ക്ലോഷർ ഇറക്കി, അപ്പം അത് ആരാണ് കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ ആരാണ് പബ്ലിക് സെർവൻ്റ് എന്നുള്ളത് പ്രോപ്പറായിട്ട് കോമ്പിറ്റൻ്റ് അതോറിറ്റി ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടാവണം. അതേമാതിരി പബ്ലിക്കിൽ നിന്ന് അവരുടെ ഐഡൻറ്റിറ്റി കൺസീൽ ചെയ്യേണ്ട ഉത്തരവാദിത്തം കോമ്പിറ്റൻ്റ് അതോറിറ്റിയിലാണ്. അതായത് ഈ വിസിൽ ബ്ലോവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് അവരുടെ പബ്ലിക്കിൽ നിന്ന് ആരാണ് വിസിൽ ബ്ലോവർ എന്ന് പബ്ലിക്കിനെ അറിയിക്കാതിരിക്കേണ്ട ഉത്തരവാദിത്തം കോമ്പിറ്റൻ്റ് അതോറിറ്റീൻ്റെതാണ്. അല്ലാന്നുണ്ടെങ്കിൽ അവർ തന്നെത്താനെ പറയുകയാണ് ഞാനാണ് വിസിൽ ബ്ലോ ചെയ്തതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ കോമ്പിറ്റൻ്റ് അതോറിറ്റി എപ്പോഴും അവരുടെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യാനായിട്ട് പാടില്ല. ക്ലോസ് 5, 2, 3, 4 and 5 deal with the manner in which inquiry is to be conducted by the competent authority. എന്ത് രീതിയിലാണ് എൻക്വയറി കണ്ടക്ട് ചെയ്യേണ്ടതെന്നുള്ളത് ക്ലോസ് 5 സബ്സെക്ഷൻ 2, 3, 4 and 5 പറയുന്നുണ്ട്. അതേമാതിരി ക്ലോസ് 5 സബ്സെക്ഷൻ 6 പബ്ലിക് ഇൻട്രസ്റ്റ് ഡിസ്ക്ലോഷർ റേസ് ചെയ്യുന്ന മാറ്റർ എങ്ങനെയാണ് ക്ലോസ് ചെയ്യുന്നത് എന്നുള്ളത് പറയുന്നുണ്ട്. അതേമാതിരി ക്ലോസ് 5 സബ്സെക്ഷൻ 7 ഇൻക്വയറി റിപ്പോർട്ട് എങ്ങനെയാണ് റിവീൽ ചെയ്യുന്നത്. ഇൻക്വയറി റിപ്പോർട്ട് either willful misuse of power or willful misuse of discretion or substantial allegation of corruption. ഒരു തെറ്റായിട്ടുള്ള ഇൻഫോർമേഷനാണോ തന്നത്, അത് കറക്റ്റായിട്ടുള്ള ഇൻഫോർമേഷനാണോ തന്നത്, ഇതെല്ലാം പറയുന്ന ക്ലോസാണ് ക്ലോസ് 5 subsection 7. If any of the above is established, the competent authority shall recommend to the public authority to take any one or more of the following measures, namely initiating proceedings. ഇപ്പോൾ ഈ പബ്ലിക് സെർവൻ്റ് അല്ലെങ്കിൽ കംപ്ലൈൻറ്റ് അതായത് വിസിൽ ബ്ലോവർ പറഞ്ഞത് കറക്റ്റ് ആണെന്ന് കോമ്പിറ്റൻ്റ് അതോറിറ്റിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അതിനെതിരെ പ്രൊസീഡിങ്സ് നടത്താനായിട്ട് പറയാം. അതേമാതിരി അപ്രോപ്രിയേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റെപ്സ് ടു റിഡ്രസ്സിങ് ദി ലോസ്. ആർക്കെങ്കിലും നഷ്ടം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നികത്താനുള്ള സ്റ്റെപ്സ് എടുക്കാം. അതേമാതിരി റെക്കമെൻഡ് ടു ദി അപ്രോപ്രിയേറ്റ് അതോറിറ്റി ഓർ ഏജൻസി ഫോർ ഇനിഷ്യേഷൻ ഓഫ് ക്രിമിനൽ പ്രൊസീഡിങ്സ് അണ്ടർ ദി ക്രിമിനൽ ലോസ്. അല്ലാതെ ഏത് അതോറിറ്റിക്കും ഏജൻസിക്കും അവരുടെ ഏത് രീതിയിലുള്ള ഒഫൻസ് ആണോ ചെയ്തത് അതിനനുസരിച്ചിട്ടുള്ള അതോറിറ്റിക്കും ഏജൻസിക്കും റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനൊരു പ്രൊസീഡിങ്സ് നടത്തണം, ഇങ്ങനൊരു കേസ് ഉണ്ട്, അതിനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യണം എന്നുള്ളത് റെക്കമെൻഡ് ചെയ്യേണ്ടത് കോമ്പിറ്റൻ്റ് അതോറിറ്റിയാണ്. അതേമാതിരി കറക്റ്റീവ് മെഷേഴ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനുള്ള കറക്റ്റീവ് മെഷേഴ്സ് എടുക്കേണ്ടതും അങ്ങനത്തെ അതിനുള്ള റെക്കമെൻഡേഷൻസ് കൊടുക്കേണ്ടത് കോമ്പിറ്റൻ്റ് അതോറിറ്റിയാണ്. ടേക്കിംഗ് എനി അതർ മെഷേഴ്സ് നോട്ട് ഫോളിങ് അണ്ടർ ദി സെക്ഷൻ 1 to 4 വിച്ച് മേ ബി നെസറി ഫോർ ദി പർപ്പസ് ഓഫ് ദിസ് ആക്ട്. ഈ ആക്ട് അതിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അതിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട് സെക്ഷൻ 1 to 4 വരെയുള്ളതിനകത്ത് ഇൻക്ലൂഡ് അല്ലാത്ത വേറെ എന്തെങ്കിലും മെഷേഴ്സ് ഉണ്ടെങ്കിൽ അതും ചെയ്യാനായിട്ട് കോമ്പിറ്റൻ്റ് അതോറിറ്റിക്ക് അധികാരമുണ്ട്. ക്ലോസ് 8 ഓഫ് ദി ആക്ട് സ്പെസിഫൈ certain matters which are exempt from disclosures during the conduct of inquiry. വിസിൽ ബ്ലോവിങ്ങിന് ഡിസ്ക്ലോസ് ചെയ്യേണ്ടാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ക്യാബിനറ്റിലുണ്ടാകുന്ന പ്രൊസീഡിങ്സ്, അതേമാതിരി ക്യാബിനറ്റ് കമ്മിറ്റീൻ്റെ പ്രൊസീഡിങ്സ് ഒന്നും ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതേമാതിരി സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ക്യാബിനറ്റിൻ്റെ പ്രൊസീഡിങ്സും ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. അക്കോർഡിംഗ് ടു സെക്ഷൻ ക്ലോസ് 8 ഓഫ് ദി ആക്ട്. പ്രൊട്ടക്ഷൻ ഓഫ് ദി പേഴ്സൺസ് മേക്കിംഗ് ഡിസ്ക്ലോഷർ. സെൻട്രൽ ഗവൺമെൻറ്റിനാണ് വിസിൽ ബ്ലോവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ചുമതലയുള്ളത്. ഇൻ കേസ് അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട്, അവരുടെ ലൈഫ് ഡേഞ്ചറിലാണെന്നുണ്ടെങ്കിൽ
അവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയാണ്. അവർക്ക് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻ വരെ സെൻട്രൽ ഗവൺമെൻറ്റിനുണ്ട്. കാരണം അത് അതായത് വിസിൽ ബ്ലോവേഴ്സിനെ വിക്ടിമൈസ് ചെയ്യാതിരിക്കാനുള്ള വേണ്ടിയിട്ടാണ്. കാരണം കൂടുതൽ ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ ആൾക്കാർ മുൻപോട്ട് വന്ന് ഇത് കോമ്പറ്റൻ്റ് അതോറിറ്റിനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അവർക്ക് ഇങ്ങനെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. ദി കോമ്പറ്റൻ്റ് ഷാൽ കൺസീൽ ദ ഐഡൻറ്റിറ്റി ഓഫ് ദി കംപ്ലൈൻറ്റ് ഡോക്യുമെൻറ്റ്സ് ഓഫ് ദി ഇത് നമ്മൾ നേരത്തെ പറഞ്ഞത് അവരുടെ ഐഡൻറ്റിറ്റി കൺസീൽ ചെയ്ത് വെക്കണം, അത് റിവീൽ ചെയ്യാൻ പാടില്ല. ഒഫൻസസ് ആൻഡ് പെനാൽറ്റി അണ്ടർ ദിസ് ആക്ട്. ഈ മേലെ പറഞ്ഞ കാര്യങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടല്ല മാനേജ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫൈനുണ്ട്, പെനാൽറ്റി ഉണ്ട്. 200 rupees ഓരോ ദിവസവും 200 rupees വരെ ഫൈൻ ഈടാക്കാം, അപ് ടു 50,000 rupees വരെ. അതേമാതിരി വിത്ത് ഓർഗനൈസേഷൻ ഓർ ഒഫീഷ്യൽ കൺസേൺ has knowingly not given incomplete, incorrect or misleading or false report or destroyed record or information which was subject of the disclosure or obstruct in any manner with furnishing of the report, a penalty which may extend to 50,000 rupees. In case ഒരു കോമ്പറ്റൻ്റ് അതോറിറ്റി ഇപ്പം വിസിൽ ബ്ലോവർ പറഞ്ഞ ഇൻഫോർമേഷൻ വെച്ചിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊന്നും സബ്മിറ്റ് ചെയ്തിട്ടില്ല, അതേമാതിരി സബ്മിറ്റ് ചെയ്തത് തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്, മിസ്ലീഡിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, കംപ്ലീറ്റ് അല്ലാത്ത കാര്യങ്ങളാണ്, ഇൻഫോർമേഷൻസും റെക്കോർഡ്സൊക്കെയാണ് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അപ് ടു 50,000 rupees വരെ ആ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒഫീഷ്യൽ ഫൈൻ അയാൾക്ക് പെനാൾട്ടി വരും. ഇൻ കേസ് ദ ഐഡൻറ്റിറ്റി ഓഫ് ദി കംപ്ലൈനന്റ് ഈസ് റിവീൽഡ് ഈതർ നെഗ്ലിജൻ്റ്ലി ഓർ malafide, such person revealing the identity shall be punishable with imprisonment for a term which may extend up to 3 years. In case വിസിൽ ബ്ലോവറിൻ്റെ ഐഡൻറ്റിറ്റി പുറത്ത് വരികയാണ്, അറിയാതെ വരികയാണോ അതോ എന്തെങ്കിലും മനഃപൂർവ്വം അവരെ ഇയാളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് അയാളുടെ പേര് വെളിപ്പെടുത്തുകയാണ്, അയാളുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ആൾക്ക് 3 വർഷം വരെ ഇംപ്രിസൺമെൻ്റ് ആകാം, അതേമാതിരി 50,000 rupees വരെ ഫൈൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. വിസിൽ ബ്ലോവർ തെറ്റായിട്ടുള്ളൊരു കാര്യത്തിനാണ് കംപ്ലയിൻറ്റ്, അതില്ലാത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് കംപ്ലയിൻറ്റ് കൊടുത്തത് എന്നുണ്ടെങ്കിൽ അയാൾക്ക് 2 years വരെ ഇംപ്രിസൺമെൻറ്റിൻ്റെ ഉള്ള ഇതുണ്ട്. അതേമാതിരി 30,000 rupees വരെ ഫൈൻ വരാനുള്ള ചാൻസസും ഉണ്ട്. അപ്പോൾ അതായത് വെറുതെ ഒന്ന് തോന്നിയിട്ട് പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കാനായിട്ട് പറ്റില്ല. പണിഷ്മെൻറ്റ് ടു ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ സർട്ടൻ കേസസ്. Department of Government, the head shall be deemed to be the guilty of the offence unless he proves the offence is committed without his knowledge or that he exercised all due diligence. ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് അവരാണ് ഒഫൻസ് കമ്മിറ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റിനായിരിക്കും പണിഷ്മെൻറ്റ് കിട്ടുക. അല്ലെങ്കിൽ അവരത് പ്രൂവ് ചെയ്യണം, എനിക്ക് എൻ്റെ അറിവോട് കൂടിയല്ല ഇത് ചെയ്തത്, ഞാനല്ല ഇത് ചെയ്തത്, ഞാൻ പ്രോപ്പറായിട്ടെല്ലാം നോക്കിയിട്ട് തന്നെയാണ് ചെയ്തത്, എൻ്റെ അറിവോട് കൂടിയല്ല ചെയ്തതെന്ന് അയാൾക്ക് പ്രൂവ് ചെയ്യാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ. ഇനി അങ്ങനെയല്ല, with notwithstanding anything contained in subsection 1 wherein an offence under this act has been committed by Department of Government and it is proved that the offence has been committed. ഇൻ കേസ് അങ്ങനെ ഒഫൻസ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ അങ്ങനത്തെ ഒരു ഒഫൻസ് കണ്ടു എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഏതാണോ ഓഫീസർ അവരെ ഗിൽറ്റി ആയിട്ട് പ്രഖ്യാപിക്കും. വിസിൽ ബ്ലോയിങ് പ്രൊവിഷൻസ് അണ്ടർ ദി കമ്പനീസ് ആക്ട് 2013. വിസിൽ ബ്ലോയിങ് എന്ന് പറയുന്നത് ഒരു കോർപ്പറേറ്റ് വിജിലൻസ് മെക്കാനിസത്തിൻ്റെ മെയിൻ കോമ്പണൻ്റ് ആണ് വിസിൽ ബ്ലോയിങ് എന്ന് പറയുന്നത്. കമ്പനീസ് ആക്ടിൽ സ്പെസിഫിക് ആയിട്ട്, അതായത് കമ്പനീസ് ആക്ട് 2013 സ്പെസിഫിക് ആയിട്ട് വിസിൽ ബ്ലോയിങ്ങിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു വിജിൽ മെക്കാനിസമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഡയറക്ടേഴ്സിന് എംപ്ലോയീസിന് റിപ്പോർട്ട് ജെന്യൂൻ ആയിരിക്കണം, ജെന്യൂൻ കൺസേൺസ് റിപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് സെക്ഷൻ 177 സബ്സെക്ഷൻ 9 മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതേമാതിരി സബ്സെക്ഷൻ 10 ഇത് മെക്കാനിസം യൂസ് ചെയ്യുന്ന ആൾക്കാരെ വിക്ടിമൈസ് ചെയ്യരുത്, വെജ് മെക്കാനിസം യൂസ് ചെയ്യുന്ന ആൾക്കാരെ വിക്ടിമൈസ് ചെയ്യണത്, അവരെ സേഫ് ഗാർഡ് ചെയ്യണമെന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതേമാതിരി സെക്ഷൻ 2006 മുതൽ 2029 വരെ എന്തെങ്കിലും കറപ്ഷൻ എന്തെങ്കിലും കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻസ്പെക്ഷൻ എങ്ങനെയാണ്, ഇൻവെസ്റ്റിഗേഷൻ എങ്ങനെയാണ്, അതിൻ്റെ എല്ലാ കാര്യങ്ങളുടെ ഫ്രെയിം വർക്കും അതിൻ്റെ ഫങ്ഷനിങ്ങും കംപ്ലയിൻസ് റിക്വയർമെൻറ്റ്സ് എല്ലാം സെക്ഷൻ 2006 മുതൽ 229 വരെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതേമാതിരി സെക്ഷൻ 2008 ഇൻസ്പെക്ടറിനെ എംപവർ ചെയ്ത്, അതായത് ഏതൊക്കെ റെക്കോർഡ്സ്, ആരൊക്കെ റെക്കോർഡ്സ്, എങ്ങനെയൊക്കെ ഇൻസ്പെക്ടറിന് ഏതൊക്കെ റെക്കോർഡ്സ് ഇൻസ്പെക്ട് ചെയ്യാം ഇൻസ്പെക്ടറിന്, അതെല്ലാം ഇൻസ്പെക്ടറിനെ എംപവർ ചെയ്യുന്നത് സെക്ഷൻ 208 അതേമാതിരി 210 സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പവേഴ്സ് പറയുന്നുണ്ട്. അതേമാതിരി സെക്ഷൻ 211 സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സിൻ്റെ
പവേഴ്സ് പറയുന്നുണ്ട്. അതേമാതിരി ഓഡിറ്റേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ, അവരുടെ ഓഡിറ്റ് റിപ്പോർട്ട്സിൻ്റെ കാര്യങ്ങളും അവരുടെ പവേഴ്സും എല്ലാം പറയുന്നുണ്ട്. അതേമാതിരി സെബിയിൽ ലിസ്റ്റിംഗ് ഒബ്ലിഗേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സ് റെഗുലേഷൻ 2015 ലിസ്റ്റഡ് കമ്പനീസ് മാൻഡേറ്ററി ആയിട്ട് വിസിൽ ബ്ലോവർ പോളിസി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. റെഗുലേഷൻ 22 അണ്ടറിലായിട്ട് വരുന്നത്. കമ്പനീൻ്റെ വെബ്സൈറ്റിനകത്ത് അവരുടെ വിസിൽ ബ്ലോവർ പോളിസീസ് പറഞ്ഞിട്ടുണ്ടാവണം. അതേമാതിരി ഒരു ഓഡിറ്റ് കമ്മിറ്റിക്ക് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനകത്ത് ഒരു ഓഡിറ്റ് കമ്മിറ്റി ഉണ്ടാവണം വിസിൽ ബ്ലോവർ മെക്കാനിസത്തിൻ്റെ ഫങ്ഷനിങ് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. Offences of the company. Where an offence under this act has been committed by company, ഒരു കമ്പനി വിസിൽ ബ്ലോവർ പോളിസീൻ്റെ അതിനകത്ത് ആ ആക്ടിൻ്റെ അണ്ടർ സെബിയുടെ ആക്ടിൽ വരുന്ന ഇതിനകത്ത് എന്തെങ്കിലും ഒഫൻസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ചെയ്യുന്ന സമയത്ത് എല്ലാ പേഴ്സണും ഗിൽറ്റി ആയിട്ടാണ്, ആ കമ്പനിയിലുള്ള എല്ലാ ആൾക്കാരെയും ഗിൽറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അല്ലെങ്കിൽ അയാൾ പ്രൂവ് ചെയ്യണം, എൻ്റെ അറിവോട് കൂടെയല്ല അത് നടന്നത്, എനിക്ക് അതിനകത്ത് അറിവില്ല എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, എനിക്ക് അവരും കുറ്റക്കാരായിട്ട് മാറും. അവർ അവർ ഗിൽറ്റി ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതിനുള്ള പണിഷ്മെൻറ്റ്സൊക്കെ കിട്ടും, അതിനുള്ള പ്രൊസീഡിങ്സ് നടക്കും. അതാണ് യൂണിറ്റ് 11. താങ്ക് യു.